സഹൃദയരെ, ഹിന്ദുത്വ തീവ്രവാദം ഉണ്ടോ എന്ന വിഷയത്തിൽ ശ്രീ ബാബു, ശ്രീ സിദ്ദീഖ് തമ്മിലുള്ള സംവാദം ഇവിടെ ആരംഭിക്കുന്നു. സംവാദത്തിൻ്റെ വിവിധ സെഷനുകൾ ആദ്യം 15 മിനിറ്റ് രണ്ടുപേരും വിഷയം അവതരിപ്പിക്കുന്നതും, ശേഷം 10 മിനിറ്റ് വീതമുള്ള 2 സെഷനും, പിന്നീട് 5 മിനിറ്റിൻ്റെ ഒരു സെഷനുമായിരിക്കും ഉണ്ടാവുക. നമുക്ക് നേരെ സംവാദത്തിലോട്ട് നീങ്ങാം. ക്ഷണിക്കുന്നു സിദ്ദീഖിനെ വിഷയാവതരണത്തിനായി. പ്രിയപ്പെട്ട സംവാദകൻ ശ്രീ ബാബു, അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്ത് ജംഷീദ്, ഇവിടെ കൂടിയിരിക്കുന്നവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം ഹിന്ദുത്വ തീവ്രവാദം ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ വളരെയേറെ അസഹിഷ്ണുതകൾ വളർന്നു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിഷയം വളരെ പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ്. 1993 ജൂലൈ 29 കേരളത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക നവോത്ഥാന പ്രവർത്തകനായിരുന്ന ചേകന്നൂർ മൗലവിയെ കോഴിക്കോട് കാരന്തൂർ മർക്കസ് കേന്ദ്രീകരിച്ച് ഉസ്മാൻ മൗലവി എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി തട്ടിക്കൊണ്ടുപോവുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു ചരിത്രം നമുക്കറിയാം. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ, ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ, എത്രത്തോളം മാറ്റം ഇസ്ലാമിക സമൂഹത്തിന് വരുമായിരുന്നു എന്ന് വെറുതെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ TV പോലുമോ നന്നായി പ്രവർത്തിക്കാതിരുന്ന അല്ലെങ്കിൽ തീരെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളായിരുന്നു ചേകന്നൂർ മൗലവി. അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തതിലൂടെ ഇസ്ലാമിക തീവ്രവാദികൾ കേരളത്തിലെ മുസ്ലിങ്ങളോടും അതുപോലെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തോടും ചെയ്ത ഏറ്റവും വലിയ തിന്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊലപാതകവും തിരോധാനവും. അതിനുശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത്? സോഷ്യൽ മീഡിയകൾ വന്നു. ഇവിടെ നമ്മുടെ കൂടുതൽ കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തി. ഇസ്ലാമിക വിമർശനം നല്ല രീതിയിൽ നടന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് പോകുന്ന ആളുകളെ പോലെ തന്നെ ഇസ്ലാം വിട്ടുവരുന്ന ആളുകളുടെ എണ്ണം നല്ലൊരു ശതമാനം കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ചേകന്നൂർ ജീവിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി, ഞാൻ പറയും, അദ്ദേഹത്തെ പോലെ ഉള്ള ഒരു പണ്ഡിതൻ, ഇസ്ലാമിക പണ്ഡിതൻ ജീവിച്ചിരുന്നെങ്കിൽ വളരെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും, വളരെയേറെ മാറ്റങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നവോത്ഥാന പ്രവർത്തനം നടത്തുന്ന ആൾക്കാരെ, നവോത്ഥാന പ്രവർത്തനം ഇന്ത്യയിൽ നടത്തിയ 4 ആളുകളെ ഹിന്ദുത്വ തീവ്രവാദികൾ കൊന്നുകളഞ്ഞ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാക്കിയതിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സംഭവം പറഞ്ഞത്. 2013 ഓഗസ്റ്റ് മാസം 20 നരേന്ദ്ര ദബോൽക്കർ എന്ന അന്ധശ്രദ്ധ നിർമൂലൻ സമിതി എന്ന് പറയുന്ന സംഘടന, ആ സംഘടന മഹാരാഷ്ട്രയിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ രൂപീകരണ കാലം മുതൽ 1980-കൾ മുതൽ മഹാരാഷ്ട്രയിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടപൊരുത്തിക്കൊണ്ടിരുന്ന നേതാവായിരുന്നു നരേന്ദ്ര ദബോൽക്കർ. താഴ്ന്ന ജാതിക്കാർക്ക് കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കാൻ സൗകര്യമില്ലാതിരുന്ന, അല്ലെങ്കിൽ ഉയർന്ന ജാതിക്കാർ അനുവദിക്കാതിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഏക് ഗാവ് ഏക് ഗുവ എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും ഓരോ ഗ്രാമങ്ങളിലും ചെറിയ കിണറുകൾ ഉണ്ടാക്കി ആ കിണറിൽ നിന്ന് എല്ലാവർക്കും വെള്ളമെടുക്കാനുള്ള സൗകര്യം ഉണ്ടായിക്കൊണ്ടാണ് അദ്ദേഹം രംഗപ്രവേശനം ചെയ്തത്.
അതിനുശേഷം അദ്ദേഹം സന്യാസിമാർക്കും ബാബമാർക്കുമെതിരെ, അത് ഹിന്ദു സമൂഹത്തിലുള്ളവർക്ക് മാത്രമല്ല, ക്രിസ്ത്യൻ പ്രീസ്റ്റുകൾക്കും ക്രിസ്ത്യാനികളുടെ ഇടയിൽ അന്ധവിശ്വാസം നടക്കുന്നവർക്കെതിരെയും ഇസ്ലാമികമായി പള്ളികൾ കേന്ദ്രീകരിച്ച് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കെതിരെയും അദ്ദേഹം വളരെയേറെ ആക്റ്റീവായി കാര്യങ്ങൾ ചെയ്തിരുന്നു. 2013 ഓഗസ്റ്റ് മാസം 20 അദ്ദേഹത്തെ ഹിന്ദുത്വ തീവ്രവാദികൾ അരുങ്കൊല ചെയ്തു. മാറ്റത്തിന് വേണ്ടി ശ്രമിച്ച ഒരു മനുഷ്യനാണ്. സച്ചിൻ അണ്ടൂറെ, ശരത് കലസ്കർ എന്ന് പറയുന്ന 2 ഹിന്ദുത്വ തീവ്രവാദികളാണ് അദ്ദേഹത്തെ രാവിലെ പ്രഭാത നടത്തത്തിന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ഓങ്കാർ ക്ഷേത്രത്തിനടുത്ത് വെച്ച് കാത്തുനിന്ന ഹിന്ദു തീവ്രവാദികൾ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. അദ്ദേഹം സമൂഹത്തോട് ചെയ്ത തെറ്റ് സമൂഹത്തിൽ പരിവർത്തനം വരുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. അതുപോലെ 2012 ഒരു ചെറുപ്പക്കാരൻ കർണാടകയിലെ വിജയപുര എന്ന സ്ഥലത്ത് ബികോം വിദ്യാഭ്യാസം പകുതി വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹം പെട്ടെന്ന് തന്നെ ശ്രീരാമസേനയിൽ ചേരുന്നു. ശ്രീരാമസേനയിൽ ചേർന്നുകൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനം വിജയപുരയിലെ തഹസീൽദാർ ഓഫീസിന് മുന്നിലായിട്ട് ഒരു പാകിസ്ഥാന്റെ ഫ്ലാഗ് ഉയർത്തുന്നു. അദ്ദേഹം 6 പേരും കൂടെ കൂടിയിട്ട്. പിറ്റേന്ന് പ്രഭാതത്തിൽ ഈ പാകിസ്ഥാൻ ഫ്ലാഗ് ഉയർത്തിയവർ തന്നെ ബസ്സിന് കല്ലെറിയുന്നു, ഗവൺമെന്റ് ഓഫീസുകൾക്ക് കല്ലെറിയുന്നു. അങ്ങനെ ഇത് മുസ്ലിങ്ങളാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി, കലാപങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നു. ഈ ചെറുപ്പക്കാരൻ പിന്നീട് അറസ്റ്റാകുന്നു. അറസ്റ്റിലായതിനു ശേഷം പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നു. 2012 കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിജയപുരയിൽ തന്നെ നടന്ന ഒരു ഹിന്ദു സത്സംഗിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ഹിന്ദു റിലീജിയസ് ഒരു കൺവെൻഷൻ. ആ കൺവെൻഷനിൽ അദ്ദേഹത്തിൻ്റെ പേരും ഫോൺ നമ്പറും അവിടെ എഴുതി കൊടുക്കുന്നു. ചെറുപ്പക്കാരുടെ ഫോൺ നമ്പറും പേരൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എഴുതി കൊടുക്കുന്നു. എഴുതി കൊടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നു. സുജിത്ത് എന്ന് പറയുന്ന ഒരാളാണ് വിളിക്കുന്നത്. ഹിന്ദു ധർമ്മങ്ങളെക്കുറിച്ചും ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങളെ പരിചയപ്പെടാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നു. അങ്ങനെ ഇവർ വിജയപുരയിൽ തന്നെ 2 പേരും മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹിന്ദു ധർമ്മങ്ങൾ പാലിക്കേണ്ടതിനെ സംബന്ധിച്ചും ഹിന്ദുക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു. അങ്ങനെ ഇദ്ദേഹത്തെ റാഡിക്കലൈസ് ചെയ്യുകയാണ്. ഹിന്ദു തീവ്രവാദികൾ അദ്ദേഹത്തെ റാഡിക്കലൈസ് ചെയ്യുന്നു. ആ ചെറുപ്പക്കാരനാണ് നമ്മൾ അറിയപ്പെടുന്ന പത്രപ്രവർത്തകയായിട്ടുള്ള ഗൗരി ലങ്കേഷിനെ 2017 വെടിവെച്ച് കൊല്ലുന്നു. അതുപോലെ നമുക്കറിയാം ഗോവിന്ദ് പൻസാരെ എന്ന് പറയുന്നത് ഒരു CPIയുടെ നേതാവായിരുന്നു. CPIയുടെ നേതാവ് എന്നതിലുപരിയായിട്ട് അദ്ദേഹം സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച അന്തർശ്രദ്ധാ നിർമൂലന സമിതിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ വ്യക്തിയെയും സമീർ ഗെയ്ക്വാദ് എന്ന് പറയുന്ന ഒരു തീവ്രവാദി 2015 ഒരു പ്രഭാത നടത്തം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിറകിൽ നിന്ന് വെടിവെക്കുന്നു. അദ്ദേഹം 3-4 ദിവസം കഴിഞ്ഞ് ബോംബെയിലെ ഒരു ആശുപത്രിയിൽ മരിക്കുന്നു. ഭാര്യ എങ്ങനെയോ രക്ഷപ്പെട്ടു. അതുപോലെ 2015 തന്നെ കർണാടകത്തിലെ MM കൽബുർഗി ഒരിക്കലും ഒരു മത നിഷേധിയോ അല്ലെങ്കിൽ മതത്തിനെതിരായിട്ട് സംസാരിച്ചിരുന്ന ആളോ ആയിരുന്നില്ല. അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ ലിംഗായത്ത് മതം, ലിംഗായ ധർമ്മങ്ങളിൽ, അതായത് ബസവ സ്ഥാപിച്ച ലിംഗായ മതത്തിൻ്റെ ഒരു റിസർച്ചറായിരുന്നു അദ്ദേഹം. അതുപോലെ അദ്ദേഹം ഹംപി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ മനുഷ്യനായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ
രണ്ടുപേര് ബൈക്കിൽ വരുന്നു. ബൈക്കിൽ വന്നതിന് ശേഷം ഡോറിൽ നോക്ക് ചെയ്തു. ഡോറ് തുറന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോറ് തുറക്കുന്നു. കൽബുർഗി സാർ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന കൽബുർഗി പെട്ടെന്ന് വാതിലിൻ്റെ അടുത്തേക്ക് വരുന്നു. ഗണേഷ് മിസ്കിൻ എന്ന് പറയുന്ന ഹിന്ദുത്വ തീവ്രവാദി അദ്ദേഹത്തിൻ്റെ നെറ്റിയിലേക്ക് നിറയൊഴിക്കുന്നു. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്തിരുന്ന സ്കൂട്ടറിൽ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ഇങ്ങനെ ഹിന്ദുത്വ തീവ്രവാദികൾ വളരെ ഗൂഢമായ ആലോചനയുടെയും പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ട് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ആളുകളെ വകവരുത്തുന്നതിന് വേണ്ടിയിട്ട് പദ്ധതിയും പ്ലാനും തയ്യാറാക്കി അതനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്തതാണ് ഈ 4 കൊലപാതകങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, സനാതൻ സംസ്ഥ എന്ന് പറയുന്ന ഗോവയിലെ പോണ്ടയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശ്രമമുണ്ട്. ഈ ആശ്രമത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത്. അവിടെ ആളുകളെ ആത്മീയതമായി ഉയർത്താനെന്ന പേരിൽ സംഘടിപ്പിക്കുകയും ചെറുപ്പക്കാരെ റാഡിക്കലൈസ് ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനം ഇന്നും നിർബാധം തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 1995 ഡോക്ടർ അത്തേവാല എന്ന് പറയുന്ന ബ്രിട്ടനിൽ നിന്ന് തിരിച്ചു വന്ന, ബ്രിട്ടനിൽ ഒരു 20 വർഷത്തോളം ജോലി ചെയ്ത് ആ പൈസ കൊണ്ട് ആശ്രമം സ്ഥാപിക്കുകയും ബോംബെയിലും അതുപോലെ ഗോവയിലും ഗോവയിലെ പോണ്ടയിലും 2 ആശ്രമങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഹിന്ദു ചെറുപ്പക്കാരെ റാഡിക്കലൈസ് ചെയ്ത് കൊലപാതകങ്ങളിലേക്ക് പറഞ്ഞുവിടുന്ന ഒരു സംഘടനയാണ് സനാതൻ സംസ്ഥ. പക്ഷേ നമ്മുടെ കേരളത്തിൽ നമ്മൾ പലപ്പോഴും ഈ പറയുന്ന ചേകന്നൂരിൻ്റെ കാര്യവും അല്ലെങ്കിൽ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കാര്യവും യുക്തിവാദികളുടെ വേദികളിൽ ഇങ്ങനെ നിരന്തരം പറയാറുണ്ട്. പറയേണ്ടതാണ്, പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. പക്ഷേ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ ഇന്ത്യയിലെ ഈ 4 യുക്തിവാദികളെ വെടിവെച്ച് കൊന്നതിനെ സംബന്ധിച്ച് നമ്മുടെ വേദികളിൽ നമ്മൾ പറയാറുണ്ടോ എന്നുള്ളത് സംശയമാണ്. യുക്തിവാദികളുടെ വേദികളിൽ ഇത് പറയുന്നത് വളരെ കുറവാണ്. കാരണം ഇവർ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ആളുകളായിരുന്നു. വളരെയേറെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുകയും ഹിന്ദു സമൂഹത്തിൽ ഇവർ ഹിന്ദു സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും പുരോഗമനത്തിന് വേണ്ടിയും പ്രവർത്തിച്ച ആളുകളാണ്. നമ്മൾ കേരളത്തിലെ പോലെ യുക്തിവാദികൾ എന്ന രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾ അല്ലെങ്കിൽ കണക്കാക്കാൻ കഴിയുന്ന ആളുകളല്ല അവർ തീർച്ചയായിട്ടും കേരളത്തിലെ രീതിയിലുള്ള യുക്തിവാദി പ്രവർത്തനം നടത്തിയവരല്ല. പരസ്യമായിട്ട് ഗീതയെ വിമർശിക്കാനോ അല്ലെങ്കിൽ ബൈബിളിനെ വിമർശിക്കാനോ പോയ ആളുകളല്ല, അല്ലെങ്കിൽ ഖുറാനെ വിമർശിക്കാനോ പോയ ആളുകളല്ല. അവർ സമൂഹത്തിൽ ഈ സന്യാസിമാരും ബാബമാരും നടത്തുന്ന തട്ടിപ്പുകൾക്കെതിരെ മാത്രം പ്രതികരിച്ചതിൻ്റെ പേരിൽ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ ഇവരെ വകവരുത്തിയിട്ടുണ്ട്. വകവരുത്തി എന്ന് മാത്രമല്ല, ഇവർക്കെതിരെ ചാർജ് ചെയ്യുന്ന കുറ്റങ്ങളിൽ പലപ്പോഴും ഇവർ മോചിതരാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ സനാതൻ സംസ്ഥ എന്ന് പറയുന്ന സ്ഥാപനം ഇന്നും സുഖമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവരുടെ സനാതൻ സംസ്ഥയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഹിന്ദു ജനജാഗ്രതാ സമിതി. ഈ ഹിന്ദു ജനജാഗ്രതാ സമിതി എന്ന് പറയുന്ന സംഘടന യഥാർത്ഥത്തിൽ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ്. ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിനെ വളരെ പ്ലാൻഡായിട്ട് ആളുകളെ കൊല്ലുന്നതിന് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നമുക്കറിയാം, മരിച്ചുപോയിട്ടുള്ള റിപ്പോർട്ടുകൾ, അതായത് അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് മരിച്ചുപോയ നമ്മുടെ ഗിരീഷ് കർണാട്, പ്രശസ്തനായിട്ടുള്ള പ്ലേ റൈറ്ററാണ് അദ്ദേഹം, കർണാടകത്തിലെ. അതുപോലെ തന്നെ അദ്ദേഹം സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയിട്ടുണ്ട്. വളരെയേറെ ഫിലിമുകൾക്ക് സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. കൂടാതെ ജ്ഞാനപീഠം ജേതാവ് കൂടിയാണ്. ഇദ്ദേഹത്തെയൊക്കെയാണ് ഇവർ തട്ടിക്കളയാനായിട്ട് പ്ലാനിട്ടത്. എന്തുകൊണ്ടോ അദ്ദേഹത്തെ അതിനു മുന്നേ സ്വന്തമായിട്ട് മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ ദാമോദർ മൗസോ എന്ന് പറയുന്ന ഗോവയിലെ ഒരു കൊങ്കിണി മറാത്ത എഴുത്തുകാരനുണ്ട്. അദ്ദേഹം വളരെ പോപ്പുലറാണ്. അദ്ദേഹം അതുപോലെ ജ്ഞാനപീഠം ജേതാവാണ്. 2002 ജ്ഞാനപീഠ ജേതാവാണ് ദാമോദർ മൗസോ. ഈ ദാമോദർ മൗസോയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവർ പദ്ധതി ഇട്ടിരുന്നു. ദാമോദർ മൗസോ ഇത് മനസ്സിലാക്കി ത്രെട്ട് വന്നപ്പോൾ തന്നെ പോലീസ് പ്രൊട്ടക്ഷനും മറ്റും നേടിയത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഇങ്ങനെ സമൂഹത്തിൽ നമ്മൾ ചെറിയ രീതിയിലുള്ള സംഘടനകളിൽ മരിക്കുന്നത് പോലെയല്ല, വളരെയേറെ പോപ്പുലർ ആയിട്ടുള്ള ആളുകളെ കൊന്ന് തള്ളുക എന്നുള്ള ഒരു തിയറി തന്നെ ഹിന്ദുത്വ തീവ്രവാദികൾ ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ തീവ്രവാദം ഇസ്ലാമിൻ്റെ ഭാഗത്ത് ലോകത്തെല്ലായിടത്തും ഉണ്ട്, നമുക്കറിയാം. പക്ഷേ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദത്തെ മാത്രം വിമർശിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഹിന്ദു തീവ്രവാദത്തെ, ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു ഭരണത്തിൻ്റെ ഒത്തയാസയോടുകൂടി അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു തീവ്രവാദത്തെ ഇവിടെയുള്ള ഭരണകൂടമോ ഇവിടെയുള്ള ആളുകളോ കാണുന്നില്ല എന്നുള്ളൊരു നഗ്നസത്യമാണ്. നമ്മുടെ കേരളത്തിൽ പോലും വളരെയേറെ മതവിമർശനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. എല്ലാ മതത്തെയും വിമർശിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു പോയതല്ലാതെ ഒരിക്കലും ഈ ഒരു സംഭവം ഓർപ്പിച്ചുകൊണ്ട് പറയാറില്ല. അതൊരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട മോഡറേറ്റർ ശ്രീ ജംഷീദ്, എൻ്റെ സഹസംവാദകൻ ശ്രീ സിദ്ദിഖ്, സ്നേഹം നിറഞ്ഞ സ്വതന്ത്ര ചിന്താഗതിയുടെ പന്ഥാവിൽ സഞ്ചരിക്കുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ഹിന്ദു ഭീകരത എന്ന ഒരു സംജ്ഞ, അത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുൻപാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു 10 വർഷം 15 വർഷങ്ങൾക്ക് മുൻപാണ് നമ്മുടെ ഭാരതത്തിൽ വിശദമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയത്. ഹിന്ദു ഭീകരത, കാവി ഭീകരത എന്ന പദങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ആ കാലത്ത് വ്യാപകമായി പ്രചരിച്ചു. അത് പ്രത്യേകിച്ച് UPA ഭരിക്കുന്ന സമയത്ത് നമ്മുടെ ഭാരതത്തിൽ മൻമോഹൻ സിംഗിന്റെ സർക്കാരിൻ്റെ ആദ്യ ടേമിൻ്റെ കാലത്ത് ആണ് ഈ വാദഗതികൾ മുന്നോട്ട് വന്നത്. നമുക്ക് അറിയാം ആ കാലഘട്ടം എങ്ങനെയുള്ള കാലഘട്ടമാണ് എന്നുള്ളത് പരിശോധിച്ചാൽ അറിയാം. അത് നമ്മുടെ ഈ വിഷുവിനൊക്കെ മാലപ്പടക്കം പൊട്ടുന്ന പോലെ നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മുഴുവൻ വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് ഇസ്ലാമിക ഭീകരവാദികൾ അഴിഞ്ഞാടിയപ്പോൾ, വലിയ തോതിൽ ഇസ്ലാമിക ഭീകരത ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ, പ്രതിരോധത്തിലായ ഗവൺമെന്റ്, അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന സുശീൽ കുമാർ ഷിൻഡെ, പിന്നീട് ആഭ്യന്തരമന്ത്രിയായിരുന്ന P. ചിദംബരം, ശിവരാജ് സിംഗ് ചൗഹാൻ തുടങ്ങിയവർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ആഭ്യന്തരമന്ത്രിമാർ, അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വാദമാണ് കാവി ഭീകരത അഥവാ ഹിന്ദു ഭീകരത എന്നുള്ളത്. അതുവരെ നമ്മൾ ഹിന്ദു ഭീകരത എന്ന സംജ്ഞ ഭാരതത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഹിന്ദു ഭീകരത എന്നുള്ളത് നമ്മൾ എവിടെയും നമ്മൾ വായിച്ചിട്ടുമില്ല. ഈ 2007-2008 കാലഘട്ടത്തിൽ ഇസ്ലാമിക ഭീകരത സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയപ്പോൾ അതിനെ മറികടക്കാൻ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വാദമായിരുന്നു ഹിന്ദു ഭീകരത എന്നുള്ളത്. അക്കാലത്ത് നടന്ന ചില സ്ഫോടനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. മെക്ക മസ്ജിദ് സ്ഫോടനം, മലേഗാവ് സ്ഫോടനം, സംഝോത സ്ഫോടനം. ഈ സ്ഫോടനങ്ങളിലൊക്കെ ഹിന്ദു ഭീകരന്മാരാണ് പ്രവർത്തിച്ചത് എന്ന ഒരു സിദ്ധാന്തം ഉയർത്തിക്കൊണ്ടുവന്നു. മെക്ക മസ്ജിദ് സ്ഫോടനത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്ത ആളുകൾ 38ഓളം പേര് ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെയായിരുന്നു. എന്നാൽ അന്ന് NIA അന്വേഷണം ഏറ്റെടുത്തതോടു കൂടിയിട്ട് അവരെ വെറുതെ വിടുകയും പുതിയതായിട്ട് ചില ആളുകളെ ഫ്രെയിം ചെയ്തുകൊണ്ട് അവരെ പ്രതികളാക്കി ഹിന്ദു പക്ഷത്ത് നിന്നുള്ള ആളുകൾ അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള ചിലരെ പ്രതികളാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തു. സംഝോത സ്ഫോടനത്തിൽ ഹിന്ദു ഭീകരതയാണ് പ്രവർത്തിച്ചത് എന്ന് കളവായിട്ട് കോടതിയിൽ തെളിവ് നൽകി. എന്താ പറഞ്ഞെന്നറിയാം? കേണൽ ശ്രീകാന്ത് പുരോഹിത് എന്ന് പറയുന്നയാൾ ആർമിയിൽ നിന്നും RDX മോഷ്ടിച്ച് ആണ് സംഝോത സ്ഫോടനത്തിൽ ഉപയോഗിച്ചത് എന്ന വാദഗതിയാണ് കൊണ്ടുവന്നത്. എന്നാൽ ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചതിൽ RDX ഉണ്ടായിരുന്നില്ല എന്ന് പിന്നീട് തെളിയുകയും 48 മണിക്കൂറിനുള്ളിൽ NIAക്ക് ആ പ്രസ്താവന പിൻവലിക്കുകയും ചെയ്തു. അപ്പൊ എന്തിനാണ് ആ വാദഗതി കൊണ്ടുവന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. അതായത് ഇസ്ലാമിക ഭീകരതയ്ക്കൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് ഹിന്ദു ഭീകരതയുമുണ്ട് എന്ന് സ്ഥാപിക്കാൻ അങ്ങേയറ്റം പ്രതിരോധത്തിലായ അന്നത്തെ ഭരണകൂടം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വാദമാണത്. യഥാർത്ഥത്തിൽ ഞാൻ സംഝോത സ്ഫോടനത്തിന്റെ ഒക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് കടക്കാൻ സമയമില്ല. കാരണം യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലും എന്തിന് പാകിസ്ഥാന്റെ ഇന്റീരിയർ മിനിസ്റ്റർ ആയിട്ടുള്ള റഹീം മാലിക് അടക്കമുള്ള ആളുകൾ
ഇത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ലഷ്കർ ഇ തൊയ്ബ സ്പോൺസർ ചെയ്തിട്ടുള്ള സ്ഫോടനമായിരുന്നു, അവരുടെ സഹായത്തോടു കൂടി നടന്നിട്ടുള്ള സ്ഫോടനമായിരുന്നു എന്നൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഭാരതത്തിന്റെ സർക്കാർ ലോകത്തെ മുഴുവൻ, ഹിന്ദു സമൂഹത്തെ മുഴുവൻ അവമതിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണവുമായിട്ട് രംഗത്ത് വന്നത്. അതിന്റെയൊക്കെ ഫലമായിട്ട് എന്താ, ആ കേസുകളിൽ ഒറ്റയാളും ശിക്ഷിക്കപ്പെട്ടില്ല. അതിനെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ആ വിഷയം അവസാനിപ്പിക്കാം. യുടെ കാലത്ത്, പ്രത്യേകിച്ച് ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ആഭ്യന്തര ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ് ശ്രീ RVS മണി എന്ന് പറയുന്നയാൾ. അദ്ദേഹം യുടെ കാലത്ത് 4 വർഷക്കാലം ഈ സ്ഫോടനങ്ങൾ നടക്കുന്ന കാലത്ത് ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു. ചിദംബരത്തിന്റെ കീഴിൽ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ദ മിത്ത് ഓഫ് ഹിന്ദു ടെറർ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ മിത്ത് ഓഫ് ഹിന്ദു ടെറർ. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ ഇസ്ലാമിക ഭീകരത എന്ന അതിനെ ഓവർകം ചെയ്യാൻ, ആ വാദത്തെ ദുർബലപ്പെടുത്താൻ, അല്ലെങ്കിൽ അതിനൊരു തുലനം ചെയ്യാൻ, ഒരു ബാലൻസിങ്ങിന് വേണ്ടി ഹിന്ദു ഭീകരവാദത്തെ ഉണ്ടാക്കിയെടുത്തത് ചിദംബരം പോലുള്ള ആളുകൾ. അതിനെ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിച്ചു, ഏതൊക്കെ ഫയലുകളിൽ ഒപ്പിടിയിച്ചു എന്നുള്ള കൃത്യമായിട്ട് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്വതന്ത്ര സംവാദകര് ആ കാര്യം ഒന്ന് വായിക്കണം എന്ന് ഞാൻ ആദ്യമായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇതൊരു നരേറ്റീവാണ്, ഹിന്ദു ഭീകരത എന്നുള്ളൊരു നരേറ്റീവാണ്. ഇവിടെ ശ്രീമാൻ സിദ്ദിഖ് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ചില ആളുകളെ കൊലപ്പെടുത്തിയ ഗൗരി ലങ്കേഷ്, ധാബോൽക്കർ, ഗോവിന്ദ് പൻസാരെ, കൽബുർഗി തുടങ്ങിയ ആളുകളുടെ പേരൊക്കെ പറഞ്ഞു. അദ്ദേഹം ഗാന്ധിയുടെ പേര് പറഞ്ഞില്ല. അദ്ദേഹം ഓർക്കാതെ ഇരുന്നതായിരിക്കാം. ഗാന്ധിയെ വേണമെങ്കിൽ നമുക്കതിൽ പെടുത്താം. ഇവിടെ എന്താണ് പ്രശ്നം? നമ്മൾ ഭീകരവാദത്തെ കാണുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഹിന്ദുക്കളിൽ ഭീകരന്മാരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല, ഹിന്ദുക്കളിൽ ഭീകരന്മാരുണ്ട്. കാരണം LTTയിലുള്ള ആൾക്കാർ ഹിന്ദുക്കളായിരുന്നില്ലേ? പലരും ഹിന്ദു, പുലി പ്രഭാകരനെ പോലുള്ള ആൾക്കാർ ഹിന്ദുക്കളായിരുന്നു. മാവോയിസ്റ്റുകൾ, ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ മാവോയിസ്റ്റുകളുണ്ട്, അവർ ഭീകരന്മാരാണ്. അപ്പൊ ഹിന്ദുക്കളിൽ ഭീകരന്മാരുണ്ട് അങ്ങനെ എന്നതുകൊണ്ട് നാം അതിനെ ഹിന്ദു ഭീകരത എന്ന് പറയാറില്ല. കാരണം ഒന്നിനെ ഭീകരവാദത്തെ, ഒരു ഹിന്ദു ഭീകരവാദം, ഒരു ഇസ്ലാമിക ഭീകരവാദം, ക്രിസ്ത്യൻ ഭീകരവാദം എന്നൊക്കെ പറയണമെങ്കിൽ എന്തു വേണം? ആ ഭീകരവാദത്തിന് പ്രേരണയേകുന്ന ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടാകണം. ആ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ സാധൂകരിക്കുന്ന തത്വശാസ്ത്രം ഉണ്ടാകണം. ഇസ്ലാമിന് അങ്ങനെ ഉണ്ട് എന്ന് ഇസ്ലാമിക ഭീകരവാദികൾ തന്നെയാണ് ഉദ്ധരിക്കാറുള്ളതും അവരുടെ മതഗ്രന്ഥങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അവരത് ചെയ്യാറുള്ളതും. കൃത്യമായിട്ട് അമുസ്ലിങ്ങളോട്, അവിശ്വാസികളോട് ഇസ്ലാം എങ്ങനെ പെരുമാറണം എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാനത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളത് വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ച ആളുകളാണ്. എന്നാൽ ഞാൻ പറയും, ഹിന്ദു സമൂഹത്തിൽ, ഹിന്ദു മതത്തിലോ ഹിന്ദു സംസ്കാരത്തിലോ ഹിന്ദു ധർമ്മത്തിലോ അങ്ങനെ തന്റെ വിശ്വാസത്തിൽ, തന്റെ ചിന്താഗതിക്കനുസരിച്ച് പ്രവർത്തിക്കാത്തവരെ, തന്റെ വിശ്വാസം അനുഷ്ഠിക്കാത്തവരെ മുഴുവൻ ഇല്ലാതാക്കണം എന്ന് എവിടെയും പറയുന്നതായിട്ട് ഒരു ഗ്രന്ഥവും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. ഏത് വിശ്വാസത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം കൽപ്പിച്ചു കൊടുത്ത ഒരു ആശയ പ്രപഞ്ചമാണ് ഹൈന്ദവ ആശയം എന്ന് പറയുന്നത്, ഹിന്ദുത്വ തത്വശാസ്ത്രം. അത് ഏത് കാലഘട്ടത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഏത് കാലഘട്ടത്തിലും ഞാൻ അതിനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഏത് മതവിശ്വാസമാണെങ്കിലും, അത് യുക്തിവാദമാണെങ്കിലും, നമ്മുടെ ഭാരതീയമായ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും. എല്ലാ മതവിശ്വാസത്തിനും, എല്ലാ വ്യത്യസ്ത ചിന്താധാരകൾക്കും തുല്യമായ ആദരവ്. നമ്മൾ സെക്യുലറിസത്തെ കുറിച്ച് പറയും, അല്ലെങ്കിൽ സഹിഷ്ണുതയെ കുറിച്ചൊക്കെ പറയും. ഭാരതം അതിനപ്പുറം കടന്നു ചിന്തിച്ച ഒരു മനോഭാവമുള്ളവരാണ്. സഹിഷ്ണുത എന്നതിനപ്പുറം ടോളറൻസ് എന്നതിനേക്കാൾ അക്സെപ്റ്റൻസ് എന്ന് ഉപയോഗിച്ചത് ഭാരതമാണ്. സ്വീകരിക്കുക, ആദരിക്കുക. അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന ശ്ലോകം 1893 സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ മഹാസമ്മേളനത്തിൽ ഉദ്ധരിച്ച ശ്ലോകമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ആശയപ്രപഞ്ചം ഏത് വഴികളിലൂടെയും ശകൂനീനാം ആകാശേ, അതായത് ആകാശത്തിൽ പറവകൾക്ക് എത്ര വഴികളുണ്ടോ പറക്കാൻ, മത്സ്യാനാം സാഗരേ, മത്സ്യങ്ങൾക്ക് ആ അലയടിക്കുന്ന അലയാഴിയിൽ എത്ര വഴികളുണ്ടോ നീന്താൻ, അത്രയും വഴികൾ സത്യത്തിലേക്ക് എത്താനുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും കൊല്ലാൻ തത്വശാസ്ത്രത്തിന്റെ പിന്തുണയുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ തത്വശാസ്ത്രത്തിനെ
അതിന്റെ പിന്തുണ, ഒരു ഹിന്ദു തത്വശാസ്ത്രമാണ് അതിനെ പിന്തുണയ്ക്കുന്നത് ഈ ഭീകരതയ്ക്ക് എന്തെങ്കിൽ അതിനെ ഹിന്ദു ഭീകരത എന്ന് പറയാം. അങ്ങനെ ഒരു പിന്തുണ ഹിന്ദു പക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് ഭീകരവാദത്തിന് ഉണ്ടാവില്ല. കാരണം അത് ഹിന്ദു തത്വശാസ്ത്രത്തിനെതിരാണ്. നമ്മള് വ്യത്യസ്ത ചിന്താഗതികളെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? ഇപ്പൊ നിങ്ങൾ ഒരു പക്ഷേ കേട്ട് കാണും, ഇപ്പൊ ഇവിടെ രാമന്റെ ഒക്കെ ചർച്ചകൾ നടക്കുന്ന ഒരു കാലമാണല്ലോ. രാമായണത്തില് ഒരു മനോഹരമായ ഭാഗമുണ്ട്. മനോഹരമായ ആ ഭാഗം എന്താണ്? രാമനെ വനവാസത്തിന് പോയ രാമനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഭരതനും അതേപോലെ ശത്രുഘ്നനും അടങ്ങുന്ന സംഘം വസിഷ്ഠന്റെ നേതൃത്വത്തിൽ പോവുകയാണ്. കൂടെ അയോധ്യയിലെ മന്ത്രിഗണമുണ്ട്. ആ മന്ത്രിഗണം ഉൾപ്പെടെ രാമനെ പോയി കണ്ട് സംസാരിക്കുമ്പോൾ രാമൻ ഭരതനോട് പറയുന്നു, ഇല്ല ഞാൻ എൻ്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, 14 വർഷം വനവാസം കഴിഞ്ഞിട്ടേ വരൂ. ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആ സംഭാഷണങ്ങൾ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു. ആ സമയത്ത് രാമനെ കൊണ്ടുവരാൻ വേണ്ടി ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജാബാലി എന്നാണ്. ജാബാലി നിസ്സാരക്കാരനായിരുന്നില്ല. ജാബാലി സുമന്ത്രരെ പോലെ തന്നെ ദശരഥന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിരുന്നു ജാബാലി. പക്ഷെ ജാബാലി യുക്തിവാദിയായിരുന്നു. ജാബാലി വളരെ കൃത്യമായിട്ട് രാമനോട് പറയുന്നു, ഈ അച്ഛൻ അമ്മ ധർമ്മം സത്യം ഇതിനൊന്നും വലിയ അർത്ഥമില്ല. മകൻ എന്നുള്ളത് അച്ഛനും അമ്മയും കാമാസക്തിയോടെ പ്രാപിച്ചപ്പോൾ ഉണ്ടായ ഒരു ഉൽപ്പന്നം മാത്രമാണ്. അതുകൊണ്ട് ഇത്തരം ധാർമ്മിക ചിന്തയ്ക്ക് ഒരു സ്ഥാനവുമില്ല. നീ അയോധ്യയിലേക്ക് തിരിച്ചു വരിക, സ്ഥാനം ഏറ്റെടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോ രാമൻ അതിന് മറുപടി ഭരതനോട് പറയുന്നു, ഭരത, സത്യമെന്ന് തോന്നുന്ന അസത്യമാണ് ഇയാൾ പറയുന്നത്. പക്ഷേ ഇയാളെയും ഇയാളുടെ അഭിപ്രായത്തെയും നീ പറയാനുള്ള സ്വാതന്ത്ര്യത്തെയും സംരക്ഷിച്ച് നിർത്തണം എന്ന് പറയുന്ന രാമനെ നമുക്ക് കാണാൻ സാധിക്കും രാമായണത്തിൽ. അപ്പൊ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോ ഹുയാൻസാങ് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണത്തിൽ ഹർഷന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഹർഷന്റെ കാലത്തിൽ ബാണഭട്ടൻ ഹർഷചരിതം എഴുതിയിട്ട് ദിവാകരാശ്രമ വർണ്ണന എഴുതുന്നുണ്ട്. ദിവാകരാശ്രമ വർണ്ണനയില് ഒരു വീട്ടിൽ ബുദ്ധൻ, ജൈനൻ, അതേപോലെ വൈദിക മതവിശ്വാസി ഒരേപോലെ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ചാണ് ബാണഭട്ടൻ പറയുന്നത്. അതേപോലെ തന്നെ ഹുയാൻസാങ് പറയുന്നത്, കുംഭമേള നടക്കുമ്പോൾ ഹർഷൻ ആദ്യത്തെ ദിവസം അദ്ദേഹത്തിന്റെ ഇഷ്ടദേവനായിട്ടുള്ള ബുദ്ധനെ പ്രതിഷ്ഠിച്ചു. രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഇഷ്ടദേവനായിട്ടുള്ള സൂര്യനെ പ്രതിഷ്ഠിച്ചു. മൂന്നാമത്തെ ദിവസം ശിവനെ പ്രതിഷ്ഠിച്ചു. ഇത് എഴുതിയിട്ടുള്ളത് ഹുയാൻസാങ് ആണ്. എന്ന് വെച്ചാൽ വിശ്വാസങ്ങളെ എങ്ങനെ ഇന്ന് ഈ ബഹുസ്വരത, വൈവിധ്യം എന്നൊക്കെ പറഞ്ഞ് ബലം പിടിക്കുന്ന ആളുകള്, അത് ഭാരതത്തിന്റെ പാരമ്പര്യമാണ്, പൈതൃകമാണ്. അത് ഭാരതീയരെ ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇതിനെയൊക്കെ ഈ നടന്ന സംഭവങ്ങൾ അതിന്റെ പർപ്പസ് എന്താണ്? ഒരു മതരാജ്യ സ്ഥാപനം അതിന്റെ പർപ്പസ് ആയിരുന്നോ? ഇപ്പൊ കൽബുർഗിയെ കൊന്നു, അല്ലെങ്കിൽ പൻസാരയെ കൊന്നു, ഇങ്ങനെയുള്ള ആ കൊലപാതകം അതൊരു ക്രൈമാണ്, ഹീനിയസ് ക്രൈമാണ്, നോ ഡൗട്ട്. മഹാത്മാഗാന്ധിയെ കൊന്നു, ഒരു ഹീനിയസ് ക്രൈമാണത്. ഇതിനെയൊക്കെ ഭീകരവാദമായിട്ട് സമീകരിക്കുന്നതിന്റെ പിന്നിൽ ഒരു തുലനപ്പെടുത്തലാണ്. ആ തുലനപ്പെടുത്തലാണ് ഇവിടെ നടക്കുന്നത്. ഇസ്ലാമിക ഭീകരവാദം ഉണ്ട്, ഒപ്പം തന്നെ ഹിന്ദു ഭീകരവാദവും ഉണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാൻ അവകാശമൊന്നുമില്ല. ഇത് യഥാർത്ഥത്തിൽ ഭീകരവാദത്തെ ജനറലൈസ് ചെയ്യലാണ്, ഭീകരവാദത്തെ ലഘൂകരിക്കലാണ്, സിംപ്ലിഫൈയിലാണ്. ഭീകരവാദം എന്ന് പറയുമ്പോൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വയലൻസോടുകൂടി ആ ലക്ഷ്യം നേടാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ഭീകരവാദം എന്ന് പറയുക. അതിന് മതത്തിൻ്റെതായിട്ടുള്ള പ്രേരണ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പ്രേരണ, രാഷ്ട്രീയവും ഭീകരവാദത്തിന് കാരണം. ഇപ്പോൾ മാവോയിസം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമാണ് ഭീകരവാദത്തിന് കാരണമാകുന്നത്. മതം ഭീകരവാദത്തിന് കാരണമാകുന്നു. നമുക്ക് നമ്മുടെ മുമ്പിൽ ഇസ്ലാമിക ഭീകരവാദം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ മതം ഭീകരവാദത്തിന് കാരണമാകുന്നു. പക്ഷേ നമുക്കൊരിക്കലും ഒരു ഹിന്ദു ഭീകരവാദം എന്ന് പറയാൻ സാധ്യമല്ല. അതിന്റെ കാരണം ഹിന്ദു പ്രത്യയശാസ്ത്രം, ഹിന്ദു ധർമ്മം, ഹിന്ദു വിശ്വാസം, ഹിന്ദു സംസ്കാരം ഈ ഭീകരവാദത്തെ തള്ളിക്കളയുന്നു. കാരണം അത് സമദർശിത്വമാണ് അതിന്റെ സിദ്ധാന്തം. പൂവിലും പുഴുവിലും മാത്രമല്ല, സർവചരാചരങ്ങളിലും ഈശ്വരനെ കണ്ടവരാണ് ഭാരതീയര്, സർവചരാചരങ്ങളിലും. അതുകൊണ്ട് ഈ സൃഷ്ടിച്ചത് മുഴുവൻ, പ്രകൃതിയിൽ സൃഷ്ടിച്ചത് മുഴുവൻ എന്റെ സുഖത്തിന് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ്, എന്റെ സുഖത്തിന് വേണ്ടിയാണ് എന്ന സെമറ്റിക് കാഴ്ചപ്പാടല്ല ഭാരതത്തിനുള്ളത്. ഭാരതത്തിനുള്ളതല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങൾക്കും നിലനിൽക്കാൻ അവകാശമുണ്ട്,
ജീവിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് സമദർശിത്വം ദർശിച്ച അല്ലെങ്കിൽ അത് കണ്ട ഈ ഭാരതം ഹിന്ദു സമൂഹത്തിന് ഒരു കാരണവശാലും ഭീകരത നടപ്പാക്കാൻ സാധിക്കില്ല. നേരത്തെ പറഞ്ഞു, അവരിൽ ഭീകരന്മാരില്ലെന്ന് ചോദിച്ചാൽ ഭീകരന്മാരുണ്ടാവും. അവരെ പ്രേരിപ്പിക്കുന്ന തത്വശാസ്ത്രം, അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം വേറെയാണ്. അത് ഹിന്ദു മതമല്ല, ഹിന്ദു ദർശനമല്ല, ഹിന്ദു ഗ്രന്ഥങ്ങളല്ല. അതുകൊണ്ട് ഹിന്ദു ഭീകരവാദം എന്ന ആ പദപ്രയോഗത്തോട് ഞാൻ ക്ഷോഭിക്കുകയാണ്. അതൊരു കാരണവശാലും അംഗീകരിക്കുന്നതല്ല. അത് സത്യത്തിന് വിരുദ്ധമാണ്, വസ്തുതയ്ക്ക് വിരുദ്ധമാണ്. അത് രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ഒരു വിഭാഗത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി, ഒരു വിഭാഗത്തിനെ തുലനപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ആസൂത്രിതമായ പ്രചരണമാണ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള എൻ്റെ വാദം. അത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നു. നന്ദി, നമസ്കാരം. 1999 ഒരു കൊലപാതകം നടന്ന് നിങ്ങൾ ഓർക്കുണ്ടാവും. ദാരാസിംഗ് എന്ന് പറയുന്ന ഒരു ഹിന്ദു തീവ്രവാദി രാത്രിയുടെ മറവിൽ ഒറീസയിലെ മനോഹർപൂർ എന്ന ഗ്രാമത്തിൽ ഗ്രഹാം സ്റ്റെയിൻസും തിമോത്തി ഫിലിപ്സ് എന്ന് പറയുന്ന 2 കുട്ടികളുമായി ഒരു വാഗണിനുള്ളിൽ കിടന്നുറങ്ങുമ്പോൾ 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആകുമ്പോൾ പച്ചയ്ക്ക് കത്തിക്കുകയാണ്. അവർ വിളിച്ച മുദ്രാവാക്യം എന്താണെന്നറിയോ? ഹിന്ദു ദൈവമായ ജയ് ബജ്രംഗ് ബലി എന്നാണ് വിളിച്ചത്. ജയ് ബജ്രംഗ് ബലി വിളിച്ചുകൊണ്ട് ആർത്തട്ടഹസിച്ചുകൊണ്ടാണ് 6 വയസ്സും 10 വയസ്സുമുള്ള 2 കുട്ടികളെയും അദ്ദേഹത്തിൻ്റെ പിതാവിനെയും രാത്രിയുടെ മറവിൽ ഹിന്ദു തീവ്രവാദികൾ ചുട്ടിരിക്കുന്നത്. എന്തായിരുന്നു അതിൻ്റെ കാരണമെന്നറിയോ? അദ്ദേഹം കുറച്ച് മതപരിവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ, ആ നാട്ടിൽ ചെയ്ത സേവനങ്ങൾ ഓർക്കുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരാളെ ചെയ്യാൻ കഴിയുക? കുഷ്ഠരോഗികൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന്, ഒറീസയിലാണ് ഈ സംഭവം നടന്നതെങ്കിൽ തൊട്ടടുത്തുള്ള ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നുമുള്ള ആളുകൾ കുഷ്ഠരോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി ഷെൽട്ടറായിട്ട് വരുന്ന ഒരു സ്ഥലമായിരുന്നു ഇദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരാളെയാണ് ഇവർ ചുട്ടുവന്നത്. അതുകൂടാതെ ഈ ദാരാസിംഗും കൂട്ടാളികളും കൂടി നടത്തിയ അതിനീചമായ വേറൊരു കൊലപാതകമുണ്ട്. ഷെയ്ഖ് റഹ്മാൻ എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ, അദ്ദേഹം ഒരു മാർക്കറ്റിൽ തുണി വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആകെ ആ സ്ഥലത്ത് ആകെ താമസിക്കുന്ന 1000-ൽ താഴെ മുസ്ലിങ്ങളാണ്. ഇയാളെ പരസ്യമായി 10-20 ആളുകൾ ഈ പറഞ്ഞ പോലെ ജയ് ബജ്രംഗ് ബലി വിളിച്ചുകൊണ്ടുവന്ന് 2 കൈയും വെട്ടിയതിനു ശേഷം പച്ചയ്ക്ക് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കുകയാണ്, കത്തിച്ചു കൊല്ലുകയാണ്. എന്തായിരുന്നു ഇവരെയൊക്കെ നയിച്ച പ്രത്യയശാസ്ത്രം? ഇവരെ നയിച്ച പ്രത്യയശാസ്ത്രം ഹിന്ദു മതം എന്ന മതം തലയ്ക്ക് പിടിച്ചതാണ്. ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക് മാത്രമല്ല മതം തലയ്ക്ക് പിടിക്കുന്നത്. മതം എന്ന് പറയുന്ന ഒരു അപകടകരമായ സാധനമാണ്, ഒരു വിഷമാണ്. അത് അധികം ആരതിലേക്ക് ആഴ്ന്നു പോകുന്നോ അവന്റെ തലയ്ക്ക് പിടിക്കും. ഇപ്പോൾ നടക്കുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ നമുക്കറിയാം, ഒരുപാട് പേരെ പശു കള്ളക്കടത്ത് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊല്ലുന്നുണ്ട് ഹിന്ദുത്വവാദികൾ. 2015 മുതൽ 2018 വരെയുള്ള ഒരു സർക്കാരിന്റെ കണക്കനുസരിച്ച് 44 ആളുകളെയാണ് തെരുവിലിട്ട് അടിച്ചു വന്നത്. ഈ പശു എന്ന് പറയുന്നത് വിശുദ്ധമായതുകൊണ്ടാണല്ലോ, ഈ വിശുദ്ധത്തെ തൊടാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നത്. ഇത് അഴിഞ്ഞാടാനുള്ള ഗവൺമെന്റിന്റെ ഫുൾ സപ്പോർട്ടുണ്ട്. ഈ പറയുന്ന ദാരാസിംഗ്, ഒറീസയിൽ ഈ കൊലപാതകം നടത്തിയ ദാരാസിംഗ് തന്നെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി, ഒറീസയിൽ പശു നിരോധനമുണ്ട്, പശു കശാപ്പ് നിരോധനമുണ്ട്. അവിടെ നിന്നും പശുക്കളെ അല്ലെങ്കിൽ കന്നുകാലികളെ അവിടെ നിന്ന് ബംഗാളിലേക്ക് ആവശ്യമുണ്ട്. ബംഗാളിൽ നിരോധനമില്ല. അങ്ങോട്ട് കടത്തിക്കൊണ്ടുപോകുന്ന ലോറി തടഞ്ഞു നിർത്തി അവരെ ആക്രമിക്കുക, ലൂട്ട് ചെയ്യുക, എന്നിട്ട് ഇത് ആളുകളുടെ ഇടയിൽ വിതരണം ചെയ്യുക. ഈ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് പിന്നീട് ഈ പറഞ്ഞ കൊലപാതകങ്ങളിലേക്ക് പോകുന്നത്. അദ്ദേഹം സാധാരണക്കാരനായ മനുഷ്യല്ല, ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം. അത്രയ്ക്ക് മതം തലയ്ക്ക് പിടിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം ചെയ്യുന്നത്.
2000 രൂപൻ ബാനർജി എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ, അദ്ദേഹം ഒറീസ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പത്രപ്രവർത്തകനാണ്. ഈ പത്രപ്രവർത്തകൻ ഈ സ്പെഷ്യൽ പെർമിഷൻ കോടതിയിൽ കേസ് കൊടുത്തതിന് ശേഷം ഒറീസയിലെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് അദ്ദേഹം ഈ രൂപൻ ബാനർജി ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ദാരാസിംഗിനെ. ഈ ദാരാസിംഗിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് 2-3 ചോദ്യങ്ങൾ വളരെ അത്ഭുതകരമായി. ഇപ്പം നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു കൊടുത്താൽ കിട്ടും. രൂപൻ ബാനർജി ഇന്റർവ്യൂഡ് ബൈ ദാരാസിംഗ് ഇന്റർവ്യൂഡ് ബൈ രൂപൻ ബാനർജി അടിച്ചു കൊടുത്താൽ അതിനകത്ത് കിട്ടും. അതിൽ 2-3 ചോദ്യങ്ങൾ ഇയാളോട് ചോദിക്കുന്നത് കേട്ടാൽ നമുക്ക് ഞെട്ടിപ്പോകും. ഈ കുട്ടികൾ കൊല്ലപ്പെട്ടതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പൊ അയാൾ പറഞ്ഞ മറുപടി, ഐ ഹാവ് നോ റിഗ്രറ്റ്, ഐ വിൽ നെവർ റിഗ്രറ്റ്. ഒരിക്കലും എനിക്കതിൽ കുറ്റബോധമില്ല. ഈ ചെറിയ കുട്ടികളെ കൊന്നിട്ട് കുറ്റബോധമില്ല എന്ന് തീർത്ത് പറയുകയാണ്. പിന്നീട് ചോദിക്കുന്നുണ്ട്, പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? സമയം പോകാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയാണ് വായിക്കുന്നത്. ഭഗവത്ഗീത ഞാൻ ആവർത്തിച്ച് വായിക്കുകയാണ്. അപ്പോൾ സംഭവിച്ചതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാനുള്ളത് നല്ലതിന്. ഞാനിത് കള്ളം പറയുന്നതല്ല, നിങ്ങൾക്ക് ഇപ്പം അത് ഇന്ത്യ ടുഡേയുടെ ഇന്റർവ്യൂ ഇപ്പോഴും കിടപ്പുണ്ട്. ഇതിന്റെ അടിസ്ഥാനം എന്താണ്? ഇസ്ലാമിക തീവ്രവാദികൾ ചെയ്യുന്നത് പോലെ ഒരു മതഗ്രന്ഥത്തെ വിശുദ്ധ ഗ്രന്ഥമായി കരുതുകയും ആ മതഗ്രന്ഥം വെച്ചുകൊണ്ട് ഒരു പ്രത്യയശാസ്ത്രം രൂപപ്പെടുത്തി ആത്യന്തിക സത്യം ഇതാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആരെ സംബന്ധിച്ചും തീവ്രവാദിയായിട്ട് മാറാൻ കഴിയും. അതിന്റെ ഉദാഹരണമാണ് ദാരാസിംഗ്, അതിന്റെ ഉദാഹരണമാണ് അമോൽ കാലെ, അതിന്റെ ഉദാഹരണമാണ് ഗണേഷ് മിസ്കിൻ. ഗണേഷ് മിസ്കിൻ എന്ന് പറഞ്ഞ തീവ്രവാദിയാണ് കൽബുർഗിയെ കൊന്നത്. ഇവരെയൊക്കെ റാഡിക്കലൈസ് ചെയ്തത് ഈ മതം വെച്ചിട്ടാണ്, ഭഗവത്ഗീത വെച്ചിട്ടാണ്. ഈ ഗൗരി ലങ്കേഷിനെ കൊന്ന കർണാടകയിലുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള പരശുരാം വാഗ്മോറയെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ഇഷ്ടഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ പുസ്തകങ്ങളാണ് അദ്ദേഹം സ്ഥിരമായിട്ട് വായിക്കുന്നത്. പിന്നെ പറയുന്നത് ഭഗവത്ഗീതയാണ്, രാമായണമാണ്, മഹാഭാരതമാണ്. അപ്പൊ ഇതൊക്കെ കഥകളൊക്കെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പുസ്തകങ്ങൾ ഏതായാലും ആത്യന്തിക സത്യങ്ങളാണെന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ആത്യന്തിക സത്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി അവർ തോക്കെടുക്കും, വാളെടുക്കും. അത് ഹിന്ദുമതോ ഇസ്ലാം മതോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അതാണ് സംഭവിച്ചത്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു, സംജോത എക്സ്പ്രസ് സ്ഫോടനത്തിൽ 68 പേരാണ് മരിച്ചത്. ഹിന്ദുത്വ തീവ്രവാദികൾ വെച്ച ബോംബ് പൊട്ടി 68 പേരാണ് മരിച്ചത്. ഇസ്ലാമിക തീവ്രവാദികൾ ഒരുപാട് ബോംബ് നടത്തിയിട്ടുണ്ട്, അത് ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതിൽ 68 പേര് മരിച്ച സ്ഫോടനത്തിൽ ഇദ്ദേഹം പറയുന്നത് അത് നടത്തിയത് മുസ്ലിങ്ങളാണെന്ന്, അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളെന്ന്. ഒരിക്കലുമല്ല. NIA കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്, ഈ ഫോണിൻ്റെ അകത്ത് കിടപ്പുണ്ട്, അതിൻ്റെ PDF. NIA കോടതിയിൽ കൊടുത്ത PDF കിടപ്പുണ്ട്, അതിൻ്റെ അകത്ത് പേരുണ്ട്, അവരുടെ ആരൊക്കെയാണ് കൃത്യം ചെയ്തതെന്നുള്ള കൃത്യമായിട്ടുള്ള പേര് ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അത് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി 1-2 പേരുടെ പേര് വായിക്കാം. കമൽ ചൗഹാൻ, വയസ്സ് 24, ഫാദർ നെയിം രാധേശ്യാം ചൗഹാൻ. അദ്ദേഹം ആണ് ഈ കേസിലെ 1ാം പ്രതിയായിട്ട് വെച്ചിരിക്കുന്നത്. 2ാമത് കൊടുത്തിരിക്കുന്ന പേര് അമിത്, വയസ്സ് 26. 3ാമത്തെ പേര് രാജേന്ദർ ചൗധരി. ഇങ്ങനെ കുറേ അധികം ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്, ഫുള്ളായിട്ട് ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റ് നമ്മളാരും അപ്ലോഡ് ചെയ്തതല്ല, NIAയുടെ റിപ്പോർട്ടാണ്. NIA കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടാണിത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു മുസ്ലിങ്ങളാണ് ഈ തീവ്രവാദം നടത്തിയെന്ന്, മുസ്ലിങ്ങളാണ് ബോംബ് വെച്ചതെന്ന് പറയുന്നു. പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്, ഇസ്ലാമിക തീവ്രവാദികൾ ഒരു ബോംബ് വെച്ച് കഴിഞ്ഞാൽ അവരൊരിക്കലും അംഗീകരിക്കില്ല. സ്വന്തം മതം തെറ്റ് ചെയ്തു എന്ന് പറയാൻ ഇവർക്കൊക്കെ വളരെ വിഷമമാണ്. അത് ഇസ്ലാമിക തീവ്രവാദികളാണെങ്കിലും ഹിന്ദു തീവ്രവാദികളാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ കാര്യങ്ങളെ ന്യായീകരിച്ച് മെഴുകുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹിന്ദുത്വ തീവ്രവാദം ഇല്ല എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്.
ഈ സംഭവങ്ങളെ കണ്ണടച്ചുകൊണ്ട് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സംഭവങ്ങൾ എന്തുകൊണ്ട് കൂടുതൽ അപകടകരമാകുമെന്ന് വെച്ചാൽ ഭരണകൂടത്തിന്റെ സപ്പോർട്ടോടു കൂടിയാണ് നടക്കുന്നത്. സനാതൻ സസ്ഥ, ഞാൻ പറഞ്ഞു, സനാതൻ സസ്ഥ ഇന്നും വളരെ സുഗമമായിട്ട് പ്രവർത്തിക്കുകയാണ്. അവിടെയാണ് അപകടം. അപ്പോ ഈ സനാതൻ സസ്ഥയുടെ അടച്ചുപൂട്ടലിന് വേണ്ടിയിട്ട് ഗോവ, മഹാരാഷ്ട്ര, കർണാടക ഗവൺമെന്റുകൾ പലതവണ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ നടന്നിട്ടില്ല. അത് കോൺഗ്രസിന്റെ ഗവൺമെന്റും അടച്ചുപൂട്ടിയിട്ടില്ല, ഇപ്പോൾ ഭരിക്കുന്ന BJPയുടെ ഗവൺമെന്റും അടച്ചുപൂട്ടിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഭൂരിപക്ഷത്തെ പിണക്കാൻ ആർക്കും താല്പര്യമില്ല. അതാണ് അതിന്റെ അടിസ്ഥാനം. സിദ്ദിഖിനെ അവസാനം പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. സിദ്ദിഖ് പറഞ്ഞത് സംജോത സ്ഫോടനത്തിന്റെ ചരിത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? ഫ്രെയിം ചെയ്തത് ഹിന്ദുക്കളെ പ്രതികളാക്കി ഫ്രെയിം ചെയ്തു. ആര്? NIA ഫ്രെയിം ചെയ്തു. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്? ആദ്യം മുസ്ലിങ്ങളെ മലേഗാവ് സ്ഫോടനത്തില്, മെക്ക മസ്ജിദ് സ്ഫോടനത്തില്, അതേപോലെ സംജോത സ്ഫോടനത്തില് യുണൈറ്റഡ് നാഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിൽ അടക്കം ഇത് ആര് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോഴുണ്ട്. യുണൈറ്റഡ് നാഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലിന്റെ വെബ്സൈറ്റിൽ ഇത് ആര് ചെയ്തു, ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ഇപ്പോഴും നിങ്ങളെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി. പക്ഷെ ഫ്രെയിം ചെയ്തത്, NIA ഫ്രെയിം ചെയ്തത് ഹിന്ദുക്കളെയാണ്. അതിനെയാണ് ഞാൻ ഭരണകൂടത്തിന്റെ ചില താല്പര്യം അതിനകത്ത് പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞത്. ഇദ്ദേഹയുടെ പേര് പറയാത്ത ആൾക്കാരുടെ പേര് ഞാൻ പറയാം, പ്രശസ്തരാണവര്. അദ്ദേഹം കമൽ ചൗഹാന്റെ ഒക്കെ പേര് പറഞ്ഞു. ഞാൻ പറയുന്നത് ഇത്തരം കേസുകളിൽ പ്രതിയാക്കപ്പെട്ട ഒരാളുടെ പേര് സ്വാമി അസീമാനന്ദ, പ്രജ്ഞാ സിംഗ് ഠാക്കൂർ, ഇവരൊക്കെ അതിൽ പ്രതികളായിരുന്നു. അവരുടെ പേരൊന്നും സിദ്ദിഖ് പറഞ്ഞില്ല. ഇപ്പൊ എന്തു പറ്റി? ഇതിന്റെ ചാർജ് ഷീറ്റ് കൊടുത്തത്, കേസ് ട്രയൽ നടന്നത് ഒക്കെ ആര് ഭരിക്കുമ്പോഴാ? ചാർജ് ഷീറ്റ് കൊടുത്തതും ട്രയൽ നടന്നതും ഒക്കെ UPA ഭരിക്കുമ്പോഴാണ്. കേസിന് എന്ത് സംഭവിച്ചു? ഈ തെറ്റായി ഫ്രെയിം ചെയ്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട ആളുകളുടെ പേരിൽ കേസ് തെളിയിക്കാൻ പറ്റാതെ ആയെന്ന് മാത്രമല്ല, സിമിയുടെ അക്കാലത്തെ നേതാവ് സഫർ നഗോറി എന്ന് പറയുന്ന ആളുടെ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റിൽ ഈ കൊലപാതകത്തെ, ഈ സ്ഫോടനങ്ങളുടെ പിന്നിലുള്ള സിമിയുടെ പങ്കാളിത്തം പോലും പുറത്തു വന്നു. എന്നിട്ടും അത് ഹിന്ദു ഭീകരവാദം എന്ന് അടിക്കുറിപ്പെഴുതി അതിനെ ബ്രാൻഡ് ചെയ്യാൻ, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അന്നത്തെ ഭരണകൂടത്തിന്റെ താല്പര്യം. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. തെറ്റിദ്ധരിക്കേണ്ട, പ്രതികളാക്കപ്പെട്ടവര് ഹിന്ദുക്കളാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് അത് പ്രതികളാക്കപ്പെട്ടവരാണ് എന്നാണ്, പ്രതികളായവരല്ല, കുറ്റം ചെയ്തവരല്ല. കുറ്റം ചെയ്തവരെ രക്ഷിക്കാൻ അന്നത്തെ ഒരു ബാലൻസിങ്ങിന് വേണ്ടി തയ്യാറാക്കിയ പട്ടികയാണ്. ഇവിടെ ഞാൻ പറയുന്നത്, ഇപ്പോ ധാരാസിംഗിന്റെ ഒക്കെ വിഷയം ഉണ്ടായി. ധാരാസിംഗിന്റേത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോ മഹാത്മാഗാന്ധിയെ വധിച്ച ഗോഡ്സെ, അദ്ദേഹം ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് അതിനെ കണ്ടത്. ഗോഡ്സെ അദ്ദേഹത്തിന്റെ കുറ്റസമ്മത മൊഴി കൊടുക്കുന്നുണ്ടല്ലോ, കോടതിയിൽ കൊടുത്ത കുറ്റസമ്മത മൊഴി. ആ കുറ്റസമ്മത മൊഴിയാണ് പിന്നീട് ഒരു പുസ്തകമായിട്ടൊക്കെ ഇറങ്ങിയത്. കുറ്റസമ്മത മൊഴിയിൽ ഗോഡ്സെക്ക് ഒരു കുറ്റബോധമില്ല, താൻ ചെയ്തത് ശരിയാണ് എന്നാണ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഇത്തരം ക്രൈം ചെയ്യുന്ന ആളുകൾ അവരുടെ കുറ്റം സമർത്ഥിക്കുന്നു. ഇപ്പൊ ധാരാസിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ഞാനത് മുഖവിലേക്ക് എടുക്കുന്നു. ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഭഗവത്ഗീത വായിക്കുന്നുണ്ടാവാം, രാമായണം വായിക്കുന്നുണ്ടാവാം, പക്ഷേ ഈ ഭീകരവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന എന്താണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഞാൻ ഖുറാനിൽ നിന്നൊരു 1000 എണ്ണം ചൂണ്ടിക്കാണിക്കാം, എന്റെ കയ്യിലുണ്ടത് മുഴുവൻ. ഞാൻ പറയുന്നത് രാമായണം വായിക്കുന്നു, ഭഗവത്ഗീത വായിക്കുന്നു, അല്ലെങ്കിൽ ഈ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, ഇതൊന്നും ഭീകരവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് ഒരു വരി അതിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയില്ല. കാരണം ഭാരതത്തിന്റെ ഇവിടെ നമ്മളിവിടെ സഹിഷ്ണുതയെക്കുറിച്ച് അല്ലെങ്കിൽ മതമൗലികവാദത്തെക്കുറിച്ചൊക്കെ ചർച്ച, മൗലികവാദമാണല്ലോ ഇതിന്റെ അടിസ്ഥാന ഘടകം. അപ്പൊ സയൻസ് ടെമ്പറിനെ കുറിച്ചൊക്കെ, സയന്റിഫിക് ടെമ്പറിനെ കുറിച്ചൊക്കെ രാവിലെ ചർച്ച നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ചർച്ച നടത്തി കാണും. ആ സയന്റിഫിക് ടെമ്പറിനോടുള്ള ഭാരതത്തിന്റെ കാഴ്ചപ്പാട് എന്താ? ഇവിടെ വിശ്വാസം അനുസരിച്ച്, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഭൂമി പരന്നതാണ് എന്ന വിശ്വാസമായിരുന്നു ഭാരതീയർക്ക് 5-ാം നൂറ്റാണ്ട് വരെ. അമരസിംഹന്റെ അമരകോശത്തിൽ ഭൂമിയുടെ പര്യായമായിട്ട് എഴുതിയിട്ടുള്ളത് പൃഥ്വി എന്നാണ്. പൃഥ്വി എന്ന് വെച്ചാൽ പരന്നത് എന്നാണ്. മറ്റൊരു പര്യായം ഭൂമിക്ക് പറഞ്ഞിട്ടുള്ളത് അചല എന്നാണ്. അചല എന്ന് പറഞ്ഞാൽ ചലിക്കാത്തത് എന്നാണ്. എന്ന് വെച്ചാൽ 5-ാം നൂറ്റാണ്ട് വരെ ഭാരതീയര് ഈ ഭൂമി പരന്നതാണ് എന്നും ഭൂമി ചലിക്കാത്തതാണ് എന്നും വിശ്വസിച്ചു. എന്നാൽ 5-ാം നൂറ്റാണ്ടില് നമ്മുടെ ആര്യഭടൻ പറഞ്ഞു ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുന്നു. പിന്നീട് നമുക്ക് ഭാസ്കരാചാര്യര് പറഞ്ഞു ഭൂമി ആണ്
സൂര്യനെ ചുറ്റുന്നത്, പിന്നീട് വരാഹമിഹിരൻ ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു. ഇങ്ങനെയൊക്കെ അവരുടെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. അവർക്ക് എന്ത് സംഭവിച്ചു? ഭാരതത്തിലെ ജനങ്ങൾ വിശ്വസിച്ച വിശ്വാസ പ്രമാണങ്ങൾക്കെതിരായി ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു, അല്ലെങ്കിൽ ഭൂമി സൂര്യനെ ചുറ്റുകയാണ്, ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റുകയാണ് എന്ന് പറഞ്ഞപ്പോഴ്, ഭൂമി ഗോളാകൃതിയാണ് എന്ന് പറഞ്ഞപ്പോഴ്, ഗലീലിയോനെ വിഷം കൊടുത്തു കൊന്ന പോലെ, അല്ലെങ്കിൽ ചുട്ടുകൊന്ന പോലെ, കോപ്പർനിക്കസിനെ തടങ്കലടച്ച പോലെ, ബ്രൂണോവിന് വിഷം കൊടുത്തു കൊന്ന പോലെ, ഇവിടെ ആര്യഭടനെ തൂക്കിക്കൊന്നോ, അല്ലെങ്കിൽ ജയിലിലടച്ചോ, വിഷം കൊടുത്തോ, പച്ചയ്ക്ക് കത്തിച്ചോ? ഞാനിവിടെ 13-ാം നൂറ്റാണ്ടില് ഫാദർ ബേക്കൺ എന്ന് പറയുന്നയാൾ, അദ്ദേഹം കണ്ണിന്റെ കാഴ്ച അത് മങ്ങിയാൽ കണ്ണട ഉപയോഗിച്ചുകൊണ്ട് കണ്ണിന്റെ കാഴ്ച കൂട്ടാം എന്ന് പറഞ്ഞിട്ട് പെർസ്പെക്റ്റീവ് എന്നൊരു ഗ്രന്ഥം എഴുതി 13-ാം നൂറ്റാണ്ടില്. പെർസ്പെക്റ്റീവ്. അദ്ദേഹം ക്രിസ്ത്യൻ പാതിരിയായിരുന്നു, ഫാദർ ബേക്കൺ എന്നാണ്. അദ്ദേഹത്തെ ക്രൈസ്തവ സഭ 14 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. എന്ന് വെച്ചാൽ ആ പുരോഹിത വൃത്തിയിൽ നിന്നും ഒഴിവാക്കി 14 വർഷത്തേക്ക്. കാരണം എന്താ? ഈശ്വരന്റെ വിശ്വാസത്തിന്, ഈശ്വരൻ സൃഷ്ടിച്ചതിനെ മനുഷ്യന് നന്നാക്കാൻ പറ്റില്ല, മനുഷ്യൻ ക്യൂർ ചെയ്യാൻ പറ്റില്ല. ഇതായിരുന്നു വിശ്വാസം. അപ്പോ ഇതാണ് ഭാരതത്തിന് പുറത്തുള്ള ശാസ്ത്ര ചിന്താഗതി ആയിരുന്നെങ്കിൽ, ഭാരതത്തിലെ ശാസ്ത്രവും വിശ്വാസവും സമന്വയിപ്പിച്ചു കൊണ്ടുപോയ നാടാണ് ഭാരതം. സമന്വയിപ്പിച്ചു കൊണ്ടുപോയ നാടാണ്. ശാസ്ത്രം വിശ്വാസത്തെയോ വിശ്വാസം ശാസ്ത്രത്തെയോ കോൺട്രഡിക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ചരിത്രം ഭാരതത്തിനില്ല. അതുകൊണ്ട് നമുക്ക് ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ മുന്നോട്ട് പോയി. ഇപ്പൊ നോക്കൂ, കപിലന്റെ സാങ്ഖ്യദർശനം ഷഡ്ദർശനത്തിൽ നമ്മൾ പെടുത്തി. കപിലനെ മുനിയായി കണ്ടു. കപിലൻ നിരീശ്വരവാദിയായിരുന്നു, പക്ഷെ കപിലൻ ഭാരതത്തിലെ മുനിയാണ്. കണാദന്റെ വൈശേഷിക ദർശനം നമ്മൾ ഷഡ്ദർശനത്തിൽ പെടുത്തി. കണാദൻ നിരീശ്വരവാദിയായിരുന്നു, കണാദനെ നമ്മൾ മുനിയായിട്ട് പെടുത്തി. ബുദ്ധൻ നിരീശ്വരവാദിയായിരുന്നു, ഹിന്ദുക്കൾ എന്ത് ചെയ്തു? ബുദ്ധനെ 10ാമത്തെ അവതാരമാണെന്ന് പ്രഖ്യാപിച്ചു. ഇതാണ് ഭാരതത്തിന്റെ, അതായത് വിശ്വാസങ്ങൾ എന്തുമാകട്ടെ ആ വിശ്വാസങ്ങളെയൊക്കെ സ്വീകരിക്കാൻ ഭാരതത്തിനൊരു മടിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ ഏത് മാർഗത്തിലൂടെ പോകുന്നു, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഭാരതത്തിലെ സ്മൃതി, ശ്രുതി എന്ന 2 വിഭാഗങ്ങളെ കുറിച്ച് പറയാറുണ്ട്. സ്മൃതിയുണ്ട്, ശ്രുതിയുണ്ട്. സ്മൃതി എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന എന്ന് വേണമെങ്കിൽ പറയാം. അതാത് കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ, അതാണ് സ്മൃതി എന്ന് പറയുന്നത്. ശ്രുതി എന്ന് പറഞ്ഞാൽ എക്കാലത്തേക്കും നിൽക്കുന്ന ധാർമ്മിക മൂല്യങ്ങളുടെ സമുച്ചയമാണത്. ധാർമ്മിക മൂല്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാധാരണ പറയും വേദങ്ങൾ ശ്രുതികളാണ്, പുരാണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനുസ്മൃതി, ദേവല സ്മൃതി, യാജ്ഞവൽക്യന്റെ സ്മൃതി, ഇങ്ങനെയുള്ള സ്മൃതികളുണ്ട്. അതാത് കാലത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു തരത്തിൽ പറഞ്ഞാൽ ഭരണഘടന. ആ സ്മൃതികൾ അനുസരിച്ചിട്ടാണ് ആ കാലത്തെ ജനങ്ങൾ ജീവിക്കുക. സ്മൃതികളിൽ മാറ്റം വരാം, കാലം പുരോഗമിക്കുന്നതനുസരിച്ച് സ്മൃതികളിൽ മാറ്റം വരും, പക്ഷെ ശ്രുതികൾ എക്കാലത്തും ശാശ്വതമാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ശങ്കരാചാര്യര് പറഞ്ഞു, നമുക്കറിയാം വേദങ്ങൾക്ക് ഭാഷ്യം എഴുതിയ, ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതിയ, ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതിയ ശങ്കരാചാര്യര് പറഞ്ഞു, നാഹ ശതശ്രുതിമപി, അതായത് 100 ശ്രുതികൾ വന്നിട്ട്, അതായത് ഒരു കാരണവശാലും മാറാൻ പാടില്ല എന്ന് പറയുന്ന, മാറ്റാൻ പാടില്ല എന്ന് പറയുന്ന 100 ശ്രുതികൾ വന്ന് അഗ്നി ശീതോവാ അപ്രകാശോവാ, തീയന് തണുപ്പാണ് ചൂടില്ല എന്ന് പറഞ്ഞാൽ സന പ്രാമാണ്യമുപൈതി എന്നാണ്. അതിന്റെ പ്രാമാണ്യം നഷ്ടപ്പെടുന്നു എന്നാണ്. അത് ശ്രുതികളായാൽ പോലും, അതായത് വേദങ്ങൾ വന്ന് പറയുകയാണ് തീക്ക് ചൂടില്ല തണുപ്പാണ് എന്ന് പറഞ്ഞാൽ ആ വേദങ്ങളുടെ പ്രാമാണ്യമാണ് നഷ്ടപ്പെടുക. ഇതാണ് ഭാരതത്തിന്റെ പാരമ്പര്യം. ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളണം ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഹിന്ദു ധർമ്മം, ഹിന്ദു മതം പോലും സത്യാന്വേഷണമാണ്, ആത്മപ്രാപ്തി ലക്ഷണം എന്നാണ്. സ്വയം സാക്ഷാത്കരിക്കുക, സത്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ അന്വേഷണം. ആ അന്വേഷണമാണ് ഹിന്ദുത്വം, ഹിന്ദു എന്ന് പറയുന്നത്. ഹിന്ദുത്വ എന്ന വാക്ക് പോലും ഹിന്ദു എന്നും നമ്മൾ 2ആയിട്ട് പറയാറുണ്ട്. പലരും പറയും ഹിന്ദു കുഴപ്പമില്ല, ഹിന്ദു ധർമ്മം കുഴപ്പമില്ല, ഹിന്ദുത്വമാണ് കുഴപ്പം എന്നാണ്. അതുപോലും ശരിയാണെന്നുള്ള അഭിപ്രായമല്ല എനിക്കുള്ളത്. ഹിന്ദുത്വം ഒക്കെ ഒന്ന് തന്നെയാണ്. ഹിന്ദു എന്ന് പറയുന്നതിന്റെ ക്യാരക്ടറാണ് ഹിന്ദുത്വ.
നമ്മൾ മനുഷ്യന്റെ ക്യാരക്ടർ മനുഷ്യത്വം എന്ന് പറയുന്ന പോലെ, ഗോവിന്റെ ക്യാരക്ടർ ഗോത്വം എന്ന് പറയുന്ന പോലെ, രാവിനു രാമാനം എന്ന പോലെ, പൂവിനു പൂമാനം എന്ന പോലെ, ഓമനപ്പൂവിന് ഓമനത്വം, താമരപ്പൂവിന് താമരത്വം. ഇത് ജി കുമാരപിള്ളയുടെ കവിതയാണ്. അപ്പോൾ ഇത് അതിന്റെ ക്യാരക്ടറിനെയാണ്. ഇത് രണ്ടും തമ്മിൽ കോൺട്രഡിക്ട് ചെയ്യുന്നില്ല. ഹിന്ദുവിന്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളാണ് ഹിന്ദുത്വയിൽ പ്രതിഫലിക്കുന്നത്, യാതൊരു സംശയവും വേണ്ട. അപ്പൊ അതുകൊണ്ട് ഹിന്ദു ഭീകരത, ഹിന്ദുത്വ ഭീകരത എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തെറ്റായിട്ടുള്ള ഒരു സംജ്ഞയാണ്, തെറ്റായിട്ടുള്ള ഒരു നരേറ്റീവാണ്. ആ നരേറ്റീവ് സൃഷ്ടിക്കുന്നതിലൂടെ യഥാർത്ഥ ഭീകരവാദത്തെ ഒളിച്ചു വെക്കാനോ, യഥാർത്ഥ ഭീകരവാദത്തെ അഡ്രസ് ചെയ്യാതിരിക്കാനോ, അല്ലെങ്കിൽ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി തുലനപ്പെടുത്തിക്കൊണ്ട് സംഘടിതമായ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രചരണം മാത്രമായിട്ട് ഇതിനെ കാണാൻ കഴിയൂ. ഹിന്ദു ഭീകരവാദം തെറ്റായ നിലപാടാണ്. 1896 പൂനെയിൽ പുറപ്പെട്ട ഒരു വലിയ പ്ലേഗ് ഉണ്ട്. ആ പ്ലേഗ് ഏകദേശം 10 ലക്ഷത്തോളം ആളുകളാണ് ആ പ്ലേഗിൽ മരിച്ചത്. അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്ലേഗിനെ തടയുന്നതിന് വേണ്ടി WC റാൻഡ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ അവിടെ നിയമിച്ചു. അദ്ദേഹം സത്താരയിലെ കളക്ടറായിരുന്നു, മഹാരാഷ്ട്രയിലെ. സത്താര എന്ന് പറയുന്നത് നമ്മുടെ ദബോൽക്കറിന്റെ നാടാണ്. സത്താരയിലെ കളക്ടറായിരുന്ന അദ്ദേഹത്തെ സ്പെഷ്യൽ ഓഫീസറായിട്ട്, അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഇന്ത്യയിൽ ജോലിക്ക് വേണ്ടി വന്ന ആളാണ്. അങ്ങനെ അദ്ദേഹത്തെ അവിടെ നിയമിച്ചു. അദ്ദേഹം ആ സ്ഥലങ്ങളിൽ, പൂനെയിൽ ഇത് വൃത്തിയില്ലായ്മ കൊണ്ടും എലിയുടെ അതിപ്രസരം കൊണ്ടുമാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ സാനിറ്റൈസ് ചെയ്യാനും, ആ ഭാഗങ്ങൾ സാനിറ്റൈസ് ചെയ്യാനും ഒരു 890ഓളം ആളുകളെ ഉൾപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം വീട് വീടാന്തരം സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. പല സ്ഥലത്തും എലികളെയൊക്കെ കൊന്നു. എലി എന്ന് പറയുന്നത് ഗണപതിയുടെ വാഹനമാണല്ലോ, സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾക്ക് പ്രശ്നമായി. അതുപോലെ അമ്പലങ്ങളിലൊക്കെ കൂട്ടിക്കിടന്ന ചവറുകളൊക്കെ വാരി അവിടുത്തെ വിഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ മറിഞ്ഞു വീണിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ ചില നടപടികളുടെ ഭാഗമായിട്ട്, അതുകൂടാതെ മറ്റു ചില സംഭവങ്ങളുണ്ട്. ആ സമയത്താണ് ഈ ചാപ്പേക്കർ ക്ലബ് എന്ന് പറയുന്ന ഒരു ഹിന്ദു തീവ്രവാദ ഗ്രൂപ്പ് അവിടെ ഫോം ചെയ്യുന്നത്. ചാപ്പേക്കർ പ്രദേശ് എന്ന് അറിയപ്പെടുന്ന 3 ആളുകളാണ്. ബാലകൃഷ്ണ, വാസുദേവ്, ദാമോദർ എന്ന് പറയുന്ന 3 പേര് കൂടിയിട്ട് ഒരു ഹിന്ദു തീവ്രവാദ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ടാണ് പൂനെയിൽ. അവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ രാത്രിയുടെ മറവിൽ, രാത്രി സമയത്ത് റിഫോമിസ്റ്റുകളായിട്ടുള്ള ആളുകളെ ആക്രമിക്കുക. അതായത് ഹിന്ദു മതത്തിൽ എന്തെങ്കിലും നവോത്ഥാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകളെ പതിയിരുന്ന് ആക്രമിക്കുക. അതായിരുന്നു ഇവരുടെ പരിപാടി. പണ്ഡിത രമാഭായി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ വിധവകൾ, അതായത് സ്ത്രീകളെ വിധവകളായിട്ടുള്ള ഒരുപാട് വിധവകളുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ആ വിധവകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇവർക്ക് തോന്നി, ബ്രിട്ടീഷുകാരും മുസ്ലിങ്ങളും ഈ പണ്ഡിത രമാഭായിയെ പോലെയുള്ള റിഫോമിസ്റ്റുകളൊക്കെ കൂടി ഹിന്ദു മതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള പേരിൽ ഈ പറയുന്ന ബ്രിട്ടീഷ് ഓഫീസറായിട്ടുള്ള WC റാൻഡിനെ ഈ ചാപ്പേക്കർ സഹോദരന്മാർ വെടിവെച്ചു വന്നു. ഇവരെ നയിച്ച പ്രത്യയശാസ്ത്രം ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകമാണ്. അവിടെ സ്ഥിരമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ഇവർ പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാതെ ആണ് അച്ഛൻ്റെ കൂടെ മന്ത്രങ്ങൾ ഉരുവിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഭഗവത്ഗീത ആവർത്തിച്ച് വായിക്കുന്ന സ്വഭാവക്കാരായിട്ടുള്ള ആൾക്കാരാണ്. തോക്ക് പരിശീലനം. ഇപ്പോൾ പല ഹിന്ദു സംഘടനകളും ഇവരെ സ്വാതന്ത്ര്യസമര പോരാളികളായിട്ടാണ് കണക്കാക്കുന്നത്. സത്യത്തിൽ ഇവർ ഹിന്ദു മതത്തിനെതിരായിട്ട് വരുന്ന നവോത്ഥാന ശ്രമങ്ങളെ ഒരിക്കലും അനുവദിക്കരുത് എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. ഇവർ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം ഈ പറയുന്ന ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയായിരുന്നു അവരുടെ ആധ്യാത്മിക ഗ്രന്ഥം. പിന്നെ ഇദ്ദേഹം പറഞ്ഞ് ഈ എന്ത് ഒരു മതഗ്രന്ഥത്തിന്റെ അല്ലെങ്കിൽ ഐഡിയോളജിയുടെ പിൻബലം ഹിന്ദു തീവ്രവാദത്തിന് ഇല്ല എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ആളുകൾ, ഈ 4 യുക്തിവാദികളെ കൊന്ന ആളുകളൊക്കെ ഐഡിയോളജി പിൻബലം കൊണ്ട് തന്നെയാണ് ചെയ്തത്. കാരണം ഈ സനാതൻ സംസ്ഥയുടെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ അത്തേവാല എഴുതിയ ശാസ്ത്രധർമ്മ സാധന എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ കണ്ടന്റ് തന്നെ തീവ്ര മിലിറ്റന്റ് ഹിന്ദുസാണ്. മിലിറ്റന്റ് ഹിന്ദുസത്തിന് വേണ്ടി എഴുതിയൊരു പുസ്തകമാണിത്. ആ പുസ്തകമാണ് ഇവർ അവലംബിച്ചത്. അവരുടെ മാനിഫെസ്റ്റോ ഇതായിരുന്നു എന്ന് കൃത്യമായിട്ട്
ഈ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കർണാടകത്തിലുള്ളവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. CBIയുടെ അന്വേഷണം നടന്ന മഹാരാഷ്ട്രയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ പുസ്തകത്തിലെ 2 വിഭാഗമായിട്ടാണ് ആളുകളെ തരംതിരിക്കുന്നത്. അതിനകത്ത് ദുർജനങ്ങളും സാധകളും. സാധകൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളായിട്ടുള്ള ആൾ, ഹിന്ദുത്വത്തെ എതിർക്കുന്ന ആൾക്കാരെല്ലാം ദുർജനങ്ങളാണ്. ഈ ദുർജനങ്ങളായിട്ടുള്ള ആൾക്കാരെ കൊല്ലുന്നതിന് വേണ്ടി 5% ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നും ആയുധ പരിശീലനം നേടേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഈ പുസ്തകം. ഈ പുസ്തകം ഇപ്പോഴും ആളുകളുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഈ പുസ്തകം. അവർ വായിക്കുന്നുണ്ട്. കാരണം ഇത് ചെറിയൊരു കാര്യമല്ല. കാരണം വെച്ചാൽ ഈ മിലിറ്റന്റ് ഹിന്ദുസം വളരാനുള്ള ഒരു കാരണം ഇതുപോലെയുള്ള പുസ്തകങ്ങളാണ്. ഇവർക്ക് 14ഓളം സ്റ്റേറ്റുകളിൽ ഹിന്ദു ജനജാഗ്രത സമിതി എന്ന് പറയുന്ന സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ 1 ലക്ഷത്തോളം ആളുകൾ പ്രവർത്തിക്കുന്നു. പുറത്ത് സാധകുകൾ 1 ലക്ഷത്തോളം ആളുകൾ 17 സ്റ്റേറ്റിലായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. 2 ആശ്രമങ്ങളിൽ ആൾ കുറവാണ്, പുറത്താണ്. പല സംഘടനകളുടെ പേരിൽ ഈ പുസ്തകത്തിലെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിൽ ജനങ്ങളെ തന്നെ 2ആയിട്ട് തിരിക്കുന്നു, മനുഷ്യരെ 2ആയിട്ട് തിരിക്കുന്നതാണ് പഠിപ്പിക്കുന്നത്. അതായത് തോക്ക് പരിശീലനം നിങ്ങൾ നേടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ വെടിവെച്ചാൽ കൃത്യമായി ശത്രുവിന്റെ നെഞ്ചിൽ പതിക്കുമെന്നാണ് ഈ പറഞ്ഞ ആത്മീയ പുസ്തകം പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ, നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ. ഇത് രഹസ്യമായിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ആർക്ക് വേണ്ടിയാണ്? ഇന്ത്യയെ രക്ഷിക്കാനാണ്. ഹിന്ദു മതത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? ഹിന്ദു മതത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇവരെ മറ്റൊരു ലക്ഷ്യമുണ്ട്. ഈ സനാതൻ സംസ്ഥയുടെ മറ്റൊരു ലക്ഷ്യം ഹിന്ദു രാഷ്ട്ര സ്ഥാപനമാണെന്ന് ഈ പുസ്തകം പറയുന്നുണ്ട്. 2023, 2025 ഇവരുടെ സൈറ്റിൽ തന്നെ ഇവരുടെ ഇന്റർവ്യൂവിലും അതുപോലെ തന്നെ അവിടെ അറ്റൻഡ് ചെയ്ത പത്രപ്രവർത്തകരൊക്കെ റിപ്പോർട്ട് ചെയ്യും 2023, 2025 ആകുമ്പോഴേക്കും ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പരസ്യമായിട്ട് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു സംഘടനയായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിട്ടാണ് സനാതൻ സംസ്ഥ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അവരെ സെക്കുലർ എന്ന പദം ഇന്ത്യയുടെ പ്രിയാമ്പിളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. സെക്കുലർ എന്ന് പദമേ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, പ്രത്യയശാസ്ത്രം ഈ പറഞ്ഞ ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്നൊക്കെ ബൈബിൾ പഠിപ്പിക്കാറുണ്ട്. ഇനി ഗീതയിൽ ശ്രീകൃഷ്ണൻ എന്താ പറയുന്നത് നോക്കാം. ഒരേ ഒരു ശാസ്ത്രം കൃഷ്ണൻ ഉപദേശിച്ച ഗീതയും, ഒരേ ഒരു ഈശ്വരൻ ശ്രീകൃഷ്ണനും, ഒരേ ഒരു മന്ത്രം അവന്റെ നാമവും, ഒരേ ഒരു സേവ അവന്റെ സേവയുമാകുന്നു. ഇതും ബൈബിളിൽ പറയുന്ന ഈ ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്ന് പറയുന്നതിൽ എന്താണ് വ്യത്യാസം? രണ്ടും ഒരുപോലെയാണ്. കാരണം ഹിന്ദുവായിട്ടുള്ള ഒരാൾക്ക് മാറി ചിന്തിക്കാനേ പറ്റില്ല. ആത്യന്തിക സത്യം കൃഷ്ണനാണെന്നാണ് പഠിപ്പിക്കുന്നത്. ഈ ആത്യന്തിക സത്യം പഠിപ്പിച്ച ആളുകളാണ് ഈ ഇത്തരത്തിലുള്ള യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെടുന്നത്. അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്നത് പോലെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനാകുന്നു നിങ്ങളുടെ യഥാർത്ഥ ദൈവം എന്ന് പഠിപ്പിക്കുന്ന ശ്രീകൃഷ്ണൻ. അതുപോലെ ശ്രീകൃഷ്ണൻ അർജുനനെ യുദ്ധത്തിന് വേണ്ടി ഉപദേശിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതായത് കൗരവരുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി യുദ്ധപ്രോക്തനാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭഗവത്ഗീതയിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം. മരിച്ചാൽ സ്വർഗം നേടാം, ജയിച്ചാലോ ഭൂമിയും അനുഭവിക്കാം. അതുകൊണ്ട് അർജുന യുദ്ധത്തിന് നിശ്ചയിച്ചു നീ എഴുന്നേൽക്കുക. ഇത് തന്നെയല്ലേ ഖുർആൻ പറയുന്നത്? യുദ്ധം ചെയ്ത് കിട്ടിയ 5-1 സ്വത്ത് നിനക്ക് കിട്ടും, മരിച്ചാൽ സ്വർഗം കിട്ടും, മരിച്ചാൽ നീ ഷഹീദായി, ജീവിച്ചാലോ നിനക്ക് സ്വർഗം കിട്ടും, ജീവിച്ചാൽ ഭൂമി കിട്ടും. ഇത് തന്നെയല്ലേ ഖുർആൻ പഠിപ്പിക്കുന്നത്? ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് മതഗ്രന്ഥമായിക്കൊള്ളട്ടെ, ഏത് പ്രത്യയശാസ്ത്രമായിക്കൊള്ളട്ടെ, ഈവൻ റാഷണലിസം പോലും ആയിക്കൊള്ളട്ടെ, ആത്യന്തിക സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അഭിരമിക്കുന്ന ആളുകൾ തീവ്രവാദിയാവാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അവളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ ഹിന്ദുമതത്തിന് പ്രത്യേകമായിട്ടൊരു മതഗ്രന്ഥം ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ കൃത്യങ്ങളിൽ പങ്കെടുത്ത ആളുകളൊക്കെ പിന്തുടർന്ന ഗ്രന്ഥം മതഗ്രന്ഥം ഭഗവത്ഗീതയായിരുന്നു. ദാരാസിംഗിന്റെ കാര്യത്തിൽ
അദ്ദേഹം ഭഗവത്ഗീതയുടെ ആരാധകനായിരുന്നു. പരശുരാം വാഗ്മോറെ, കൽബുർഗിയെ വെടിവെച്ചു വന്ന പരശുരാം വാഗ്മോറെ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരുന്നത് ഭഗവത്ഗീതയായിരുന്നു. ഇങ്ങനെ ഈ ചാപ്പേക്കർ ക്ലബിന്റെ കാര്യം പറഞ്ഞു. ചാപ്പേക്കർ ക്ലബിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഭഗവത്ഗീതയായിരുന്നു. ഈ ഭഗവത്ഗീതയിലൊക്കെ ഇത്തരം വാചകങ്ങൾ ആവർത്തിച്ച് അതാണല്ലോ അയാൾ പറയുന്നത്. ഭഗവത്ഗീതയിലെ വാചകം എടുത്തുകൊണ്ടാണ് രൂപൻ ബാനർജി എന്ന് പറഞ്ഞ പത്രപ്രവർത്തകന് ദാരാസിംഗ് മറുപടി കൊടുക്കുന്നത്. എന്താണോ സംഭവിച്ചത് അത് നല്ലതിന്, എന്താണോ ഇനിയും സംഭവിക്കാനിരിക്കുന്നത് അത് നല്ലതിന്. ആ കുട്ടികളെ കൊന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് 5ഉം 10ഉം വയസ്സ് 6ഉം 10ഉം വയസ്സുള്ള 2 കുട്ടികളെ പച്ചയ്ക്ക് കത്തിച്ച് കൊന്നതിന് ശേഷം ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടിയാണ്. അപ്പോൾ ഒരു മതം ഒരു മനുഷ്യന്റെ തലയ്ക്ക് പിടിച്ചാൽ എത്രത്തോളം അധമനാവാം എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ ഹിന്ദുത്വ തീവ്രവാദികളൊക്കെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ. ഹിന്ദുത്വ തീവ്രവാദികൾ മാത്രമല്ല, ലോക ആകെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ചെറിയ വേർഷനാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്. അപകടകരമാണിത്. ഇത് തടയേണ്ടത് ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള നവോത്ഥാന പ്രവർത്തകരാണ്. ബാബു സാറിനെ പോലെയുള്ള ആളുകൾ ഇവരെ ഉദ്ധരിക്കാൻ വേണ്ടി ഇറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവസാനം പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഈ ഇത്രയും ചർച്ചയിൽ ഇപ്പോഴാണ് വിഷയത്തിലേക്ക് വന്നത് അദ്ദേഹം. അതായത് ഭഗവത്ഗീതയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, കൊല്ലാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് ഒരു വിഷയത്തിലേക്ക് വന്നു. മറ്റതൊക്കെ ആരോപണങ്ങളാണ്. ഞാൻ അതുകൊണ്ട് ആ തുടക്കം മുതൽ പറയുന്നത് ആരോപണങ്ങളാണ്. ആരോപണങ്ങൾക്ക് പറയാം. കാരണം ഇവിടെ മഹാത്മാഗാന്ധിയാണ് ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയിട്ടൊരാൾ. അനാസക്തി യോഗം എന്നാണ് അതിൻ്റെ പേര്, അനാസക്തി യോഗം. അപ്പോൾ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥം, കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥത്തിന് ശുദ്ധ അഹിംസാവാദിയായിട്ടുള്ള മഹാത്മാഗാന്ധി വ്യാഖ്യാനം എഴുതി പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ വിശ്വാസ്യതയെയും ഗാന്ധിയുടെ സത്യസന്ധതയെയുമാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കൃഷ്ണൻ യുദ്ധം ചെയ്യാൻ പറയുന്നു. ശരിയാണ്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെറ്റോത്തിഷ്ഠ പരന്തപ എന്ന് പറയുന്നുണ്ട്. നീ നിന്റെ ആ ദൗർബല്യം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് നിന്ന് യുദ്ധം ചെയ്യാൻ പറയുന്നുണ്ട്. കാരണം യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ആളോടാണ് അർജുനൻ പറയുന്നത്, നീ യുദ്ധം ചെയ്യാന്ന്. ഞാൻ തന്നെയാണ് ഒരേ ഒരു ഈശ്വരൻ, ഞാൻ തന്നെയാണ് എല്ലാം എന്ന് കൃഷ്ണൻ പറയുന്നു. നീ ആരെ ആരാധിച്ചാലും യഥാ മാം പ്രപദ്യന്തേ സ്ഥാം സദൈവം ഭജാമ്യഹം, നീ ആരെ ആദരിച്ചാലും അതെല്ലാം എന്നിലേക്കാണ് എത്തുന്നത്. അങ്ങനെയാണ് കൃഷ്ണൻ പറയുന്നത്. അതാണ് കൃഷ്ണന്റെ വാക്ക്. നീ ആരെ ആദരിച്ചാലും, നീ ആരെ ഒക്കെ ആരാധിച്ചാലും, ഭക്തിപൂർവം നീ ആരെയൊക്കെ ആരാധിക്കുന്നു അതൊക്കെ ആ ആരാധന മുഴുവൻ എന്നിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണൻ അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്. ഇതെല്ലാം എല്ലാ യോഗവും, സാഖ്യയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, സന്യാസയോഗം, എല്ലാ യോഗവും 18 യോഗവും കഴിഞ്ഞിട്ട് അവസാനം കൃഷ്ണൻ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? അതായത് ഏറ്റവും ഗുഹ്യതരം ആയിട്ടുള്ള, ഏറ്റവും പരമരഹസ്യമായിട്ടുള്ള തത്വം നിന്നോട് ഞാൻ ഉപദേശിച്ചു കഴിഞ്ഞു. ഇനിയോ ഈ തത്വം കേട്ടിട്ട് നീ എന്ത് ചെയ്യണം? യഥേച്ഛസി തഥാ കുരു. നിനക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് നീ ചെയ്യുക. ഞാൻ പറഞ്ഞതനുസരിച്ച് ചെയ്തില്ലെങ്കിൽ തല വെട്ടിക്കളയും, ഞാൻ പറഞ്ഞതനുസരിച്ച് ചെയ്തില്ലെങ്കിൽ നിന്നെ പുറത്താക്കി കളയും, ഞാൻ പറഞ്ഞതനുസരിച്ച് ചെയ്തില്ലെങ്കിൽ നിന്നെ മതത്തിൽ നിന്ന് പുറത്താക്കും. ഇതൊന്നും കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. യഥേച്ഛസി തഥാ ഗുരു. അതിനേക്കാൾ അപ്പുറമുള്ള ഒരു ജനാധിപത്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇതിനേക്കാൾ അപ്പുറമുള്ള ഒരു ബഹുസ്വരത എവിടെ കാണാൻ സാധിക്കുക? എവിടെയാണ്? അപ്പൊ അതുകൊണ്ട് ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ട്, ഭഗവത്ഗീതയ്ക്ക് ഒരുപാട് പേര് ഭാഷ എഴുതി. മറ്റൊരു അഹിംസാവാദിയായിട്ടുള്ള ആളാണ് വിനോബാജി, ഗാന്ധിയനായിരുന്നു. വിനോബാജിയും ഭഗവത്ഗീതയ്ക്ക് ഭാഷ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭഗവത്ഗീത വിപ്ലവകാരികളുടെ ഒരു പുസ്തകമായിരുന്നു. ഭഗത് സിംഗ് അടക്കം ഭഗവത്ഗീത കയ്യിൽ പിടിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹം ചാപ്പേക്കർ സഹോദരന്മാരുടെ കഥ പറയുകയുണ്ടായി. എനിക്ക് ഞെട്ടലുളവാക്കി. കാരണം അദ്ദേഹം ചാപ്പേക്കർ സഹോദരന്മാരെ എങ്ങനെയാണ് ഇവിടെ അവതരിപ്പിച്ചത് എന്നുള്ളത്, അദ്ദേഹത്തിന്റെ സോഴ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ബൽദേവ് ഹർശാസ്ത്രി എന്ന് പറയുന്ന ഒരാളുടെ ഭാരതത്തിന്റെ സായുധ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിലെ ചാപ്പേക്കർ സഹോദരന്മാരുടെ വിവരണമുണ്ട്. 16-17 വയസ്സുള്ള 2 സഹോദരന്മാരാണ് അവര്.
16-17 വയസ്സുള്ള കൗമാരപ്രായക്കാരായിട്ടുള്ള ചാപ്പിക്കർ സഹോദരന്മാര് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് ശക്തമായി സമരം നടത്തി അവരുടെ എല്ലാവിധ ഏകാധിപത്യത്തിനും അല്ലെങ്കിൽ അടിച്ചമർത്തലിനും എതിരായി സമരം ചെയ്ത് അവരെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്ന് ആ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. പീരങ്കിയുടെ മുഖത്ത് ഈ രണ്ട് സഹോദരന്മാരെയും കെട്ടുകയാണ്. ഈ രണ്ട് സഹോദരന്മാരെയും പീരങ്കിയുടെ മുഖത്ത് ഇങ്ങനെ കെട്ടിവെച്ചിട്ട് വെടിപൊട്ടിക്കുകയാണ്. ശരീരം പല കഷ്ണങ്ങളായിട്ട് തെറിച്ചുപോയി എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്, പല കഷ്ണങ്ങളായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചാപ്പേക്കർ സഹോദരന്മാരെയൊക്കെ ഇപ്പോ മതത്തിന്റെ ആളായിട്ട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നത് അങ്ങേറ്റം അവരോട് ചെയ്യുന്ന അനീതിയാണ്, അന്യായമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം നമ്മൾ ചില ദുർബലമായ വാദങ്ങൾ ഇങ്ങനെ കൊണ്ടുവരികയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. കണ്ണൂരിന്റെ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ണൂര് കൊലപാതകങ്ങളുടെ നാടാണ്. ഒരുപാട് കൊലപാതകം ഇപ്പൊ കുറെ കാലമായിട്ട് ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ട്, നല്ല കാര്യം. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങള് വളരെ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോ അതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഭീകരവാദത്തിന്റെ പട്ടികയിൽ ആ കള്ളിയിൽപ്പെടുത്തിയിട്ട് അതിനൊക്കെ സമീകരിക്കാം. അതിന്റെ നടത്തിയ രീതി അനുസരിച്ച് മോഡസ് ഓപ്പറാൻഡി അല്ലെങ്കിൽ ആരുടെയൊക്കെ മുന്നിൽ വെച്ചപ്പോൾ കുട്ടികളുടെ മുന്നിലിട്ടാണ് ജയകൃഷ്ണൻ മാസ്റ്ററെ കൊലപ്പെടുത്തിയത്. അപ്പൊ ഇത് ഇൻ പ്രിൻസിപ്പിൾ വേണമെങ്കിൽ നമുക്ക് പറയാം അത് ഭീകരവാദമാണ്, ഭീകരമായിട്ടുള്ള ഒരു ആക്രമണമാണ്. ശരിയാണ്, ഭീകര ആക്രമണമാണ്. പക്ഷെ അത് ഭീകരവാദത്തിൻ്റെതായിട്ടുള്ള ആ പട്ടികയിൽ പെടുത്തുമ്പോൾ സംഭവിക്കുന്നത് യഥാർത്ഥ ഭീകരവാദം എന്ന് പറയുമ്പോഴും ആ ഭീകരവാദം ലോകം മുഴുവൻ കാണുകയാണ്. എന്താ, നിരപരാധികളാണ് കൊല്ലപ്പെടുന്നത്. ഇവിടെ ഇപ്പോ ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഗാന്ധിയെ കൊന്നു, ഗോഡ്സെ കൊല്ലും. ഗോഡ്സെ പറയുന്ന കുറെ ന്യായങ്ങളുണ്ട് ഗാന്ധിയെ കൊല്ലാൻ. ആ ന്യായങ്ങളോട് നമുക്ക് യോജിപ്പില്ല. പക്ഷേ ഗാന്ധി മൂലം ഭാരതത്തിനുണ്ടായ ചില കുഴപ്പങ്ങളെ ഗോഡ്സെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പൊ ഗോഡ്സെ എന്ന ഒരു പ്രതിബിംബത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ഒരു ദ്വന്ദ്വത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഗോഡ്സെ നടത്തുന്ന ആക്രമണമാണ്. ഒരു ശത്രു ഉണ്ട് അവിടെ, ആ ശത്രുവിനെ കൊല്ലും. കൽബുർഗി അല്ലെങ്കിൽ ഗൗരി ലങ്കേഷ് ഒരു ശത്രുവിന്. ഇത് ഏത് ശത്രുക്കളാണ് മാർക്കറ്റിൽ മറ്റേ ബോംബ് സ്ഫോടനം നടത്തി കൊലപ്പെടുന്നത്? ഏത് ശത്രുവാ? നിരപരാധികൾ. ഞാൻ നേരത്തെ പറഞ്ഞ കൊലപാതകങ്ങൾ ഒന്നും ശരിയാന്ന അർത്ഥത്തിലല്ല, അതിനെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞത് അവർക്കൊരു ഒരു ലക്ഷ്യമുണ്ട്. ഒരാൾ ഇന്നത് ചെയ്യുന്നു, അതുകൊണ്ട് അവരെ കൊല്ലുന്നു. ആ കൊലപാതകം ശരിയാണോ അല്ലെന്നുള്ളതല്ല നമ്മുടെ ചർച്ച. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ ആ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകരുത്. പക്ഷെ നിരപരാധികൾ, ഇപ്പോ താജ് ഹോട്ടലിനെ ആക്രമിച്ചു, 100-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടു. അവരെ എന്ത് തെറ്റ് ചെയ്തവരാ? അവർ ഈ രംഗത്തേ ഇല്ല. അപ്പോ നിരപരാധികൾ കൊല്ലപ്പെടുന്നു. ഇപ്പോ കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം 58 പേര് കൊല്ലപ്പെട്ടു. അവരെന്ത് തെറ്റ് ചെയ്തവരാ? ഇത്തരത്തിൽ നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ട് സാധാരണ ഭീകരവാദത്തിന് പറയും ഒരാളെ കൊലപ്പെടുത്തി 1000 പേരെ ഭയപ്പെടുത്താൻ കഴിയുക. 1000 പേരെ ഭയപ്പെടുത്തുന്ന തരത്തിൽ. അപ്പോൾ ആ കൊലപാതകത്തിലൂടെ ഒരു ഭയം ഒക്കെ സൃഷ്ടിക്കുക, സമൂഹത്തിന് ആകമാനം ഒരു ഭയം സൃഷ്ടിക്കുക. ഇപ്പോൾ കൈവെട്ട് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരുടെ കൈവെട്ടിയിട്ടുണ്ട്. പക്ഷെ ജോസഫ് മാഷിന്റെ കൈവെട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ കാരണം? ജോസഫ് മാഷിന്റെ കൈവെട്ടുന്നതിലൂടെ നമ്മുടെ സമൂഹത്തിന്റെ സൈക്കിനെ ഏൽപ്പിച്ച ഒരു ആഘാതമുണ്ട്. കാരണം അതിന്റെ തത്വശാസ്ത്രം, അതിന് പിന്നിൽ പ്രവർത്തിച്ച ആ തത്വശാസ്ത്രം, അത് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമാനമായ തത്വശാസ്ത്രത്തിന് അനുസൃതമായ ഒരു പ്രവൃത്തി നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കുന്നു. അപ്പൊ ഇതെല്ലാം യോജിപ്പിക്കുമ്പോഴാണ് ഇതൊരു ഭീകരവാദമാണ് എന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പൊ ഇതിനൊക്കെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ലഘൂകരിച്ച് ദാരാ സിംഗ്, കൽബുർഗി എന്നൊക്കെ പറയുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തെ തന്നെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ജനറലൈസ് ചെയ്യുന്നതുകൂടെ ഇസ്ലാമിക ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യാണ്. കാരണം ഞാനത് അടിവരയിട്ട് പറയുന്നു, ഹിന്ദുവിന് ഭീകരവാദം, അതായത് ഹിന്ദു ഭീകരവാദികൾ ഉണ്ടാകാം, ഹിന്ദുക്കളായിട്ടുള്ള ഭീകരവാദികളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, ഹിന്ദുക്കളായിട്ടുള്ള ഭീകരവാദികൾ ഉണ്ടാകാം. എന്നാൽ ഹിന്ദു ഭീകരവാദം, ഹിന്ദുത്വ ഭീകരവാദം എന്നത് അടിസ്ഥാനപരമായി തെറ്റായ വാദമാണ്. അതിന് നമുക്ക് എവിടെയും സ്ഥാപിക്കാൻ ഈ ചർച്ചയിലും കഴിഞ്ഞിട്ടില്ല. കുറെ ഉദാഹരണങ്ങൾ പറയും. ആ ഉദാഹരണങ്ങളിൽ അദ്ദേഹം വായിച്ചിരുന്നു, രാമായണം വായിച്ചിരുന്നു, ഭഗവത്ഗീത വായിച്ചിരുന്നു. ഭഗവത്ഗീതയെന്ന് നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കൂ അദ്ദേഹത്തിന്റെ ഈ പ്രത്യയശാസ്ത്രത്തിനെ, അതായത് തന്നിൽ വിശ്വസിക്കാത്ത, തന്റെ മതത്തിൽ വിശ്വസിക്കാത്ത, തന്റെ ഈശ്വരനിൽ വിശ്വസിക്കാത്ത ആളുകളെ മുഴുവൻ കൊല്ലണം എന്ന് ഏത് ഗ്രന്ഥത്തിൽ പറഞ്ഞു?
അല്ലെങ്കിൽ താൻ വിശ്വസിക്കുന്ന ആശയം നടപ്പാക്കാൻ ഒരു ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കാൻ, ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അദ്ദേഹം പറയേണ്ടായിരുന്നു. ഹിന്ദു രാഷ്ട്രം സ്ഥാപനം ലക്ഷ്യമാണ് എന്ന്. ഏതായാലും ഞങ്ങളാരും അങ്ങനെ പറയുന്നില്ല കേട്ടോ. കാരണം ഇത് ഹിന്ദു രാഷ്ട്രമാണ് എന്ന് നിത്യേന RSSന്റെ ശാഖകളിൽ ചൊല്ലുന്നവരാണിത്. ഹിന്ദു രാഷ്ട്രാംഗഭൂത എന്നാണ് ഞങ്ങൾ പറയുന്നത്. പരം വൈഭവം നേതു മേധസ്വ രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രം ഹിന്ദു രാഷ്ട്രമാണ് എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ഹിന്ദു രാഷ്ട്രത്തിന്റെ ഉന്നമനം, ഇതാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഹിന്ദു രാഷ്ട്രമാക്കേണ്ടതുണ്ട് എന്ന ഒരു ധാരണ, അത് തെറ്റിദ്ധാരണയാണ്. RSSനെ മനസ്സിലാക്കിയിട്ടുള്ളവര് അങ്ങനെ പറയാൻ പാടില്ല. കാരണം RSSന്റെ പ്രഖ്യാപിതമായ നിലപാടാണ് ഇത് ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇതിനെ ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടി, ഒരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി, ഞാൻ നോക്കട്ടെ, ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒട്ടനവധി ഹിന്ദു രാജാക്കന്മാർ നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഹിന്ദു രാജാക്കന്മാർ, ഏതെങ്കിലും ഒരു ഹിന്ദു രാജാവ് ഹിന്ദു മതം തൻ്റെ രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച ചരിത്രം ചൂണ്ടിക്കാണിക്കാനുണ്ടോ നമ്മുടെ ചരിത്രത്തിൽ? ഏതെങ്കിലും അങ്ങനെ ഉണ്ട് ഒരു രാജ്യം. പക്ഷേ അയാൾ ഹിന്ദു രാജാവല്ല, അയാൾ ബൗദ്ധ രാജാവായിരുന്നു, അശോകനായിരുന്നു. അശോകന്റെ കാലത്ത് മാത്രമാണ് സ്വന്തം രാജ്യത്തിന്റെ മതം ബുദ്ധമതമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ഖജനാവിലെ പണം മുടക്കി ബുദ്ധമതം പ്രചരിപ്പിക്കുകയും ചെയ്തത്, ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ബുദ്ധമതം പ്രചരിപ്പിച്ചത്. സോറി, എൻ്റെ സമയം കഴിഞ്ഞു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇത് ഈ ചാപ്പക്കർ ക്ലബിൻ്റെ അല്ലെങ്കിൽ ചാപ്പക്കർ സഹോദരന്മാരുടെ സോഴ്സ് ചോദിച്ചു. ഞാൻ 2 സ്ഥലത്തു നിന്നാണ് ഇത് വായിച്ചത്. ഒന്ന് ആനന്ദിൻ്റെ വേട്ടക്കാരനും വിരുന്നുകാരൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം ഇപ്പോൾ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പണ്ട് എഴുതി വെച്ചതിൻ്റെ നോട്ട് വെച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ മറ്റൊരു സ്ഥലത്ത് ഈ ചാപ്പക്കർ സഹോദരന്മാരുടെ കാര്യം വായിച്ചത് ഹിന്ദു ജനജാഗ്രത സമിതിയുടെ സൈറ്റിൽ പറയുന്നുണ്ട്. ഹിന്ദു ജനജാഗ്രത സമിതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സനാതന സംസ്ഥയുടെ ഉപസംഘടനയാണ്. അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പാണ് ഈ ഹിന്ദു ജനജാഗ്രത സമിതി. അപ്പോൾ ഈ 2 സ്ഥലത്തു നിന്നാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. മറ്റൊന്ന് ഇദ്ദേഹം പറഞ്ഞ ഈ പല ആളുകളും ഗീതയെ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. പല രീതിയിൽ ഗീതയെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വ്യാഖ്യാനിച്ചവരുണ്ട്. ഗാന്ധിജിയെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ സുമാർ അഴീക്കോടിനെ പോലെയുള്ളവരൊക്കെ പല രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് എല്ലാ ഗ്രന്ഥത്തിനും ഉണ്ട്. ഇപ്പം ഞാൻ പറയാം, അത് ഒരു ഗ്രന്ഥത്തിലെ മോശമായ കാര്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ചേകന്നൂർ മൗലവി. ചേകന്നൂർ മൗലവി എന്താണ് പറഞ്ഞത്? സർവ്വമത സത്യവാദമാണ് പറഞ്ഞത്. എല്ലാ മതങ്ങളും ഏത് മതത്തിലൂടെ നിങ്ങൾ വിശ്വസിച്ചാലും നിങ്ങൾ ദൈവത്തിൽ എത്തിച്ചേരാമെന്നുള്ള വളരെ പ്രോഗ്രസീവായിട്ടുള്ള, ഇസ്ലാമിനെ പോലെയുള്ള ഒരു മതത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു ആശയമാണ്. വളരെ പ്രോഗ്രസീവ്. 1993 അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു. 93 മുന്നേ. അതുപോലെ തന്നെ അദ്ദേഹം ഈ കോഴിക്കോട് പോലെയുള്ള ഒരു നഗരത്തിൽ അന്നത്തെ കാലത്ത് സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുറന്നു നോയമ്പിൽ. എന്തിനാണ് ആളുകൾക്ക് നോമ്പ് സമയത്ത് ബുദ്ധിമുട്ടെടുത്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഈ ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. ഈ മതഗ്രന്ഥത്തെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ ഇതിനു വേണ്ടിയിട്ട് വ്യാഖ്യാനിച്ച് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ഈ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മറുപക്ഷത്തോട് ശത്രുത വെച്ചുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾ വായിക്കുന്നത്. ഈ ഭഗവത്ഗീതയിലുള്ള പുസ്തകങ്ങളെ ഇവരെ ടെററൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരെ മിലിറ്റൻ്റ് ആക്കി മാറ്റുന്ന ആളുകൾ പഠിപ്പിക്കുന്ന ഇതിലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ എടുത്ത് അവരെ ഉത്ബോധനം ചെയ്തിട്ട് അവരെ ടെററൈസ് ചെയ്യുകയാണ്, ടെററിസ്റ്റുകളാക്കി മാറ്റുന്നതാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഹിന്ദു സമൂഹത്തിൽ നടക്കുന്നുണ്ട്, ഇസ്ലാമിക സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെതിരെ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. ഇത് എന്തുകൊണ്ട് ഹിന്ദു തീവ്രവാദം ഇന്ത്യയിൽ കൂടുതൽ അപകടകരമാകുന്നു എന്ന് ചോദിച്ചാൽ, ഹിന്ദു തീവ്രവാദത്തിന് മൗനാനുവാദം കുറേ കാലങ്ങളായിട്ട് ഇന്ത്യയിലുണ്ട്. അതേസമയത്ത് ഇസ്ലാമിക തീവ്രവാദത്തെ ഇന്ത്യയിൽ അടിച്ചമർത്തുന്നത് സന്തോഷിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കാരണം കൂടുതൽ അപകടകരമായിട്ടുള്ള ലോകത്തിലെ തീവ്രവാദം ഇസ്ലാമിക തീവ്രവാദമാണ്. ആ തീവ്രവാദത്തെ ലോകത്താകമാനം വലിയ ഭീഷണി സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യയിൽ BJP ഗവൺമെൻറ് അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം വെച്ചാൽ അവരുടെ എതിർപക്ഷത്തിക്കുന്ന മതമാണ്. ഒരു മന്ത്രി പോലും മുസ്ലിങ്ങളില്ലാത്ത BJPക്ക് ഇത് കൈകാര്യം ചെയ്യാൻ വളരെ ഈസി ആയിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, ഇനി മതത്തിൻ്റെ പിൻബലം ഒന്നും ഇല്ലെങ്കിലും തീവ്രവാദ സംഘടന ഉണ്ടാവട്ടോ. മതഗ്രന്ഥത്തിൻ്റെ പിൻബലം ആവശ്യമില്ല. അപ്പോൾ LTT തീവ്രവാദ സംഘടന,
എത്ര വർഷം എത്രയോ ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന സംഘടനയാണ് LTT. എന്തെങ്കിലും പ്രത്യയശാസ്ത്ര പിൻബലം ഉണ്ടായിരുന്നോ? തമിഴൻ എന്ന് പറയുന്ന ഒറ്റ വികാരം വെച്ചിട്ട് കേരളം ഉൾപ്പെടെ, തമിഴ്നാട് ഉൾപ്പെടെ, ശ്രീലങ്ക ഉൾപ്പെടെ, മലേഷ്യയുടെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കൈയടക്കി അവിടെ ഒരു രാജ്യം സ്ഥാപിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയ തീവ്രവാദ സംഘടനയാണ്. അതിന് മതത്തിന്റെ ഒരു പിൻബലവും ഇല്ല. അതിൻ്റെ അകത്ത് ഹിന്ദുക്കളും ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മതത്തിന്റെ പിൻബലം അല്ലെങ്കിൽ ഒരു മതഗ്രന്ഥത്തിന്റെ പിൻബലം വേണമെന്നില്ല ഒരു തീവ്രവാദ സംഘടന ഉണ്ടാവാൻ. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ബുദ്ധന്റെ തത്വങ്ങൾ എത്രയോ മനോഹരമാണ്. പലപ്പോഴും നമ്മൾ പല ആൾക്കാരും അതിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ബുദ്ധ തത്വങ്ങൾ പൊതുവെ സാംശീകരിക്കപ്പെടുന്നത്, സ്വീകരിക്കപ്പെടുന്നത് നല്ല തത്വങ്ങളായിട്ടാണ്, മനുഷ്യത്വപരമായിട്ടുള്ള തത്വങ്ങളായിട്ടാണ് അംഗീകരിക്കപ്പെടുന്നത്. പക്ഷേ മ്യാൻമാറിൽ നടക്കുന്ന എന്താണ്? ബുദ്ധന്റെ പേരിലാണ് അവിടെ ഏറ്റവും വലിയ ഇത് നടക്കുന്ന. മുസ്ലിങ്ങളെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്നത് ബുദ്ധിസ്റ്റുകളാണ്. അടിച്ച് പായിപ്പിച്ചിട്ട് ബംഗ്ലാദേശിലേക്ക് പായിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു മതം, പ്രത്യയശാസ്ത്രമോ കൂട്ടമോ എന്തുമായിക്കൊള്ളട്ടെ, ഇവർക്ക് തീവ്രവാദത്തിന്റെ രീതി സ്വീകരിക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ആത്യന്തിക സത്യങ്ങളിൽ വിശ്വസിക്കുന്നവർ തീവ്രവാദത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു പോകുന്നതിനെ തടയിടേണ്ടതാണ് നമ്മുടെ ആധുനിക ജനാധിപത്യ സമൂഹത്തിന്റെ പൗരബോധത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഈ ചേകന്നൂർ മൗലവിയുടെ കാര്യം. ചേകന്നൂർ മൗലവി മതഗ്രന്ഥത്തെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അധികരിച്ചുകൊണ്ട് സർവമത സത്യവാദത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. അത് ഖുറാനെതിരാണെന്നേ സിദ്ദിഖെ, അത് ഖുറാന്റെ തത്വങ്ങൾക്കെതിരാണ്. സർവമത സത്യവാദം എന്നുള്ളത് ഖുറാന്റെ ആത്യന്തിക വിശ്വാസ പ്രമാണങ്ങൾക്കെതിരാണ്. സർവമത സത്യവാദം ഇല്ല ഖുറാനിൽ. അപ്പൊ ഖുറാന്റെ തത്വങ്ങൾക്ക് എതിരായതുകൊണ്ടാണ് ചേകന്നൂർ മൗലവി കൊല്ലപ്പെട്ടത്. നമ്മളത് മനസ്സിലാക്കണം. വസ്തുത എന്താണ്? ചേകന്നൂർ മൗലവി കൊല്ലപ്പെടാൻ കാരണം, അല്ലെങ്കിൽ നൂപുർ ശർമ്മക്കെതിരായിട്ട് നടന്ന ആക്രമണം നമുക്കറിയാം, കനയ്യലാൽ കൊല്ലപ്പെട്ടത് ഒക്കെ നമുക്കറിയാം. അതായത് ഖുറാന്റെ തത്വങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരായിട്ട് ആരൊക്കെ നിൽക്കുന്നു അവരൊക്കെ കൊല്ലപ്പെടുക എന്നുള്ളതാണ്. അതിനൊക്കെ കൊല്ലപ്പെടുക. അപ്പോ ചേകന്നൂർ മൗലവിയുടെ കൊലപാതകത്തിന് ന്യായീകരണമുണ്ട് ഭീകരവാദികൾക്ക്. അത് അവരുടെ മതവിശ്വാസത്തിന് എതിരായിട്ടുള്ളതാണ് ചേകന്നൂർ മൗലവി പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഞാനൊരു ഒറ്റ ഉദാഹരണം കൂടി പറയാം. 1992 ബീഹാർ നിയമസഭയിൽ ബീഹാറിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് ബീഹാറിലെ ഗുദാബക്ഷ എന്ന് പറയുന്ന പാറ്റ്നയിലെ ഒരു വലിയ പ്രശസ്തമായിട്ടുള്ള ഒരു ലൈബ്രറി ഡയറക്ടർ, അദ്ദേഹത്തിന്റെ പേര് റാസ ബദറുദ്ദീൻ എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഈ അവിശ്വാസികളെ, അതായത് ഹിന്ദുക്കളെ കാഫിറുകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം. ഹിന്ദുക്കളെ കാഫിറുകളായിട്ട് പ്രഖ്യാപിക്കുന്നത് ശരിയല്ല, അവർ കാഫിറുകളല്ല എന്ന് പറയണം. വലിയ തോതിൽ ബഹളമായി. ബീഹാറിലെ 7 മുസ്ലിം MLA-മാര് ബീഹാർ നിയമസഭ സ്തംഭിപ്പിച്ചു. ആവശ്യം ഈ റാസ ബദറുദ്ദീനെ ഈ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം എന്നാണ്. മുസ്ലിം മൗലവിമാരും പണ്ഡിതന്മാരും ഒക്കെ രംഗത്ത് വന്നു. അവർ പറഞ്ഞു, റാസ ബദറുദ്ദീന്റെ ഈ വാദം തെറ്റാണ്, അങ്ങനെ ഹിന്ദുക്കളെ കാഫിറുകളുടെ അല്ല എന്ന പട്ടികയിൽ പെടുത്താൻ പറ്റില്ല. ഒടുവിൽ 92 സംഭവിച്ചത് ഈ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റലായിരുന്നു. ഇങ്ങനെയുണ്ടോ ഭഗവത്ഗീതയിൽ? ഇങ്ങനെയുണ്ടോ നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ, ഹിന്ദു തത്വശാസ്ത്രങ്ങളിൽ? നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭഗവത്ഗീതയൊക്കെ നമ്മൾ എടുത്ത് പ്രയോഗിക്കുമ്പോൾ ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഗീത ഒരുപാട് ആളുകൾക്ക് മാർഗദർശിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനെ തെറ്റായ രീതിയിൽ ഉദ്ധരിച്ചുകൊണ്ട് ഒരു സ്ഥലത്തും അതിനെ ഉപയോഗിക്കാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല. കാരണം അത് ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും വിവരണമാണ്. അവിടെ എന്നെ അല്ലെങ്കിൽ എന്റെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതല്ല, ധർമ്മത്തിന്റെ പക്ഷം എന്നുള്ളതാണ്. ആ ധർമ്മത്തിന്റെ പക്ഷം എന്ന് പറയുമ്പോൾ നന്മയുടെ പക്ഷം, ശരിയുടെ പക്ഷം, ആ ശരിയുടെ പക്ഷത്ത് നിൽക്കുക. ശരിയും തെറ്റും തമ്മിലുള്ള യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിൽ ധർമ്മത്തിന്റെ യുദ്ധമാണ് നടക്കുന്നത്, ധർമ്മവും അധർമ്മവും തമ്മിലുള്ളതാണ്. അപ്പൊ അവിടെ മതമില്ല, വിശ്വാസമില്ല, നന്മ തിന്മകളാണ്. അതുകൊണ്ട് ഈ ഹിന്ദു ഭീകരവാദം എന്ന വാദം യഥാർത്ഥത്തിൽ തെറ്റായിട്ടുള്ളൊരു വാദമാണ്. അതിനെ നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ കാണണം. ചാപ്ലിക്കർ സഹോദരന്മാരെ കുറിച്ച് അദ്ദേഹം ചില പുസ്തകങ്ങളുടെ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഉദ്ധരിക്കുന്നത് ഹിന്ദു ജാഗ്രതാ സമിതിയുടെ ആ സംഘടന തന്നെ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടെ. അദ്ദേഹം 14 സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഞാനെങ്ങും നോക്കിയിട്ട് എവിടെയും കണ്ടിട്ടില്ല ഈ ഹിന്ദു ജനജാഗ്രത സമിതി എന്ന് പറയുന്ന സാധനം. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇടക്കാലത്ത് വന്നു, പിന്നെ അവരെയൊക്കെ പിടിച്ച് ജയിലിലടച്ചു. ഇപ്പൊ അവരെ കാണാനില്ല. ഈ ഗൗരി ലങ്കേഷിന്റെയോ അല്ലെങ്കിൽ കൽബുർഗിയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ട് അവരിലെ കുറച്ച് ആൾക്കാരെയൊക്കെ ജയിലിലടച്ചുകൂടി അതുങ്ങളെ ഒന്നും കാണാനില്ല. പക്ഷേ
അവരൊന്നും തന്നെ ഭഗവത്ഗീത വായിക്കുന്നുണ്ടാകാം, രാമായണം വായിക്കുന്നുണ്ടാകാം. ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായിട്ട് ഇപ്പോഴും ആവർത്തിക്കുന്നത്, ഈ ഗ്രന്ഥങ്ങളൊന്നും ഒരു തരത്തിലുള്ള അസഹിഷ്ണുതയോ ഒരു തരത്തിലുള്ള മതമൗലികവാദമോ ഒരു തരത്തിലുള്ള തൻ്റേതല്ലാത്ത വിശ്വാസങ്ങളോട് എന്താ പറയുക, അതിനെ ഇല്ലാതാക്കണം എന്ന് പറയുന്നതോ അല്ല. അതല്ല ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭാരതത്തിന്റെ ചരിത്രം കാണാൻ സാധിക്കുന്നതല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. അതിൽ വഴി തെറ്റിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ ഗ്രന്ഥത്തിന്റെ പേരിൽ, ഈ വിശ്വാസത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. വിശ്വാസം വേറെ. അവര് സ്വന്തം നിലയ്ക്ക് ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രൈമിനെ നമുക്ക് എതിർക്കാം. ഒരു കാരണവശാലും തത്വശാസ്ത്രത്തെയോ ധർമ്മ ഗ്രന്ഥങ്ങളെയോ അതിന്റെ പേരിൽ പ്രതിസ്ഥാനത്ത് നിർത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ഹിന്ദു ഭീകരവാദം എന്നുള്ളത് തെറ്റായ സംജ്ഞയാണ് എന്ന് ഞാൻ ആവർത്തിക്കുന്നു. അങ്ങനെ ഒരു ഭീകരവാദമില്ല. അത് ഭാരതത്തിലെ ജീവിത വ്യവസ്ഥയാണ്, അത് ഭാരതത്തിന്റെ സംസ്കാരമാണ്, നമ്മുടെ നാടിന്റെ നിരന്തരമായി നിൽക്കുന്ന നാടിന്റെ പൈതൃകമാണ്, പാരമ്പര്യമാണ്. അതാണ് നമ്മുടെ ഭാരതം എല്ലാ കാലത്തും ലോകത്തിന് അഭയസ്ഥാനം നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ജൂതന്മാർക്ക് ഇവിടെ അഭയം കിട്ടിയത്? അവര് ഇക്കാലത്തെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ലാത്ത കാലത്ത് ജൂതന്മാർ വന്നിട്ട് ഇവിടേക്ക് വരണം എന്ന് തോന്നാൻ കാരണം എന്താ? ഭാരതം എല്ലാവരും സ്വീകരിച്ചൊരു നാടാണെന്ന് തോന്നലുള്ളത് കൊണ്ടല്ലേ. ഇവിടെ ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇവിടെ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ഒരു മതമേലധ്യക്ഷന്റെ കൊലപാതകം നടക്കുന്നത് എന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? 1565 16-ാം നൂറ്റാണ്ടിലാണ്. അത് കൊലപാതകം നടന്നത് കൊച്ചി തുറമുഖത്താണ്. കൊച്ചി തുറമുഖത്ത് സുറിയാനി സഭയുടെ തലവനായിട്ടുള്ള മതമേലധ്യക്ഷനായിട്ടുള്ള അഹമ്മത്തുള്ള എന്ന് പറയുന്ന ആളെ മുക്കിക്കൊന്നു. കൊന്നതാരാന്നറിയാമോ? കൊന്നത് ലത്തീൻ സഭക്കാരായിട്ടുള്ള, അതായത് പോർച്ചുഗീസ് സഭക്കാരായിട്ടുള്ള ആൾക്കാരാ. അലക്സ് ഡെമൻസ് എന്ന് പറയുന്ന ആൾ ഇവിടേക്ക് വന്ന് അതുവരെ 15 നൂറ്റാണ്ടുകളോളം യഥാർത്ഥത്തിൽ വളരെ സ്വൈര്യമായി ജീവിച്ചിരുന്ന ക്രൈസ്തവരുടെ സുറിയാനി സഭയുടെ മതമേലധ്യക്ഷനെ കൊച്ചിൻ തുറമുഖത്ത് മുക്കിക്കൊന്ന സംഭവം ഉണ്ടായത് ഈ കേരളത്തില്, ഈ കൊച്ചിയിലാ. അവിടെ ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്നല്ല, ക്രൈസ്തവരുടെ ഇടയിൽ ലത്തീൻ സഭയും പോർച്ചുഗീസ് സഭയും അതിനെതിരായിട്ടാണ് കൂനൻകുരിശ് സത്യം ഉണ്ടായത്. കൂനൻകുരിശ് സത്യം, ഞങ്ങൾ ഇനി ഒരു കാലത്തും പോർച്ചുഗീസ് സഭയിൽ ചേരില്ല, റോമൻ സഭയിൽ ചേരില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയവരാ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ചരിത്രമാണ്. ആ ചരിത്രത്തെ നമ്മൾ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി വസ്തുതകളെ വസ്തുതകളായിട്ട് കാണാൻ തയ്യാറാവുക. വെറുതെ നരേറ്റീവ്സുകൾ ഉണ്ടാക്കരുത്, തെറ്റായ നരേറ്റീവ്സുകൾ ഉണ്ടാക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇതിന് അവസരം തന്ന ഈ സ്വതന്ത്ര ചിന്താഗതിയുടെ ഈ കൂട്ടായ്മയോട്, എസൻസിനോട് ഉള്ള എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്ത്യൻ ജീവിത രാഷ്ട്രീയ സാഹചര്യത്തിലേറെ പ്രസക്തമായ ഹിന്ദുത്വ എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംവാദം ഇവിടെ സമാപിക്കുന്നു. താങ്ക് യു ഓൾ. സിദ്ദിഖ് PAക്ക് മൊമെന്റോ നൽകുവാനായി എസൻസ് ഗ്ലോബൽ തിരുവനന്തപുരം പ്രതിനിധി ബേർട്ടിനെ ക്ഷണിക്കുന്നു. RV ബാബുവിന് മൊമെന്റോ നൽകുവാനായി എസൻസ് ഗ്ലോബൽ സെക്രട്ടറി പ്രമോദ് എഴുമാറ്റൂരിനെ ക്ഷണിക്കുന്നു. ജംഷീദ് KKക്ക് മൊമെന്റോ നൽകുവാനായി എസൻസ് ഗ്ലോബൽ കോഴിക്കോട് പ്രതിനിധി നിഷാന്തിനെ ക്ഷണിക്കുന്നു.